So, good evening and a warm welcome to all the dignitaries present here. I'm Sreyashi from Clanet, serving as the allocated session assistant to ensure a seamless experience. Clanet stands as India's most led open digital platform, offering a multitude of enriching services exclusively for the doctors. It is with great pride that Clanet serves as the digital partner for this event, hosted by the General Practitioners Association Kerala, and the focus of today's session is practical pulse in diabetes management. So let's begin today's session, for which I would like to invite Dr. Hamid Ali sir to take over. So over to you. You can proceed now. Okay. Thank you, Shreyas, and thank you for a ClearNet platform for this opportunity. So, good evening all. എല്ലാവർക്കും നമസ്കാരം. GPA കണ്ടക്ട് ചെയ്യുന്ന പുതിയ വെബിനാറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ എൻ്റെ ഡ്യൂട്ടി ഈസ് ഒരു ഇൻട്രൊഡക്ഷൻ ടോക്ക് നൽകുക എന്നുള്ളതാണ്. സോ ടുഡേ അവർ ഗസ്റ്റ് ഈസ് ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ. ഈസ് എ കൺസൾട്ടന്റ് ഇൻ കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ and is a consultant in Catalyst Endocrinology Center, Mancheri. He is a well-renowned endocrinologist in Malappuram district and especially in South Malabar side also. And he has having good academic background, MD, DNB, DM, MRCP in endocrinology. And he is having scholarly 8 publications in various journals, and he authored in chapters in 3 books. Is young, so നമുക്ക് ഒന്നും കൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും ബിക്കോസ് GPA ബേസിക്കലി കൂടുതൽ ആൾക്കാരുള്ളത് യങ് ആയിട്ടുള്ള ഡോക്ടേഴ്സ് ആണ്. GPA ഈസ് ഫൈറ്റിംഗ് ഫോർ ദ വെൽഫെയർ ആൻഡ് ഫെയർ പേ ഇൻ യങ് GPs അക്രോസ് ദ കേരള. സോ നമ്മുടെ കൂട്ടത്തിൽ അധികം ഉള്ളതും യങ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കും. സോ നമുക്കൊന്നുകൂടെ റിലേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇങ്ങനെ ഒരു കൺസൾട്ടന്റിനെ കിട്ടിയതും സ്പീക്കറെ കിട്ടിയതും നമ്മുടെ ഒരു ഭാഗ്യമാണ്. സോ GPA ഒക്കെ ഒരു 2000+ ഒഫീഷ്യൽ മെമ്പർഷിപ്പും അറൌണ്ട് 10,000 അൺഒഫീഷ്യൽ ആയിട്ട് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലും മെമ്പേഴ്സ് ഉണ്ട്. വി ആർ ദ ലാർജസ്റ്റ് GP അസോസിയേഷൻ ഇൻ കേരള. സോ നമ്മുടെ ഫാക്കൽറ്റി, നമ്മൾ ആദ്യം ഡയബറ്റീസ് നമ്മൾ ഒറ്റ സെഷൻ ആയിട്ടാണ് പ്ലാൻ ചെയ്തിരുന്നത്. ആക്ച്വലി പുതിയ കറണ്ട് ഗൈഡ് ലൈനും അത് ഇൻ OPD-യിലും ആൻഡ് IPD-യിലും എമർജൻസിയിലും വരുന്ന കറണ്ട് ഗൈഡ് ലൈൻ ഫോർ ഹൈപ്പർഗ്ലൈസീമിയ ആൻഡ് ഡയബറ്റിക് മാനേജ്മെന്റ്. അപ്പോൾ നമ്മുടെ ഫാക്കൽറ്റിയാണ് ഇങ്ങോട്ട് സജസ്റ്റ് ചെയ്തത് വി ക്യാൻ കണ്ടക്ട് ദിസ് ആസ് എ സീരീസ് ഓഫ് സെഷൻ ലൈക്ക് എവറി മന്ത് ഓർ alternative month we can do one session regarding the diabetes, because diabetes is the most important and the biggest ഏറ്റവും വലിയ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. സോ നമുക്ക് ഡയബറ്റീസുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യങ്ങളുണ്ട്, ഫ്രം ഡയഗ്നോസിസ് ടു ദ എൻഡ് ഓഫ് ലൈഫ്. സോ അതുകൊണ്ടാണ് ഈ സെഷൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. സോ ഇന്ന് കൂടുതലും ഡയഗ്നോസായി ബന്ധപ്പെട്ട കാര്യങ്ങളായിരിക്കും. നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്, എന്തൊക്കെയാണ് നമ്മൾ ഇപ്പോൾ ചെയ്യുന്നതിൽ എന്തൊക്കെയാണ് മിസ്റ്റേക്ക് വരുന്നത്. സോ ദിസ് വിൽ ബി എ സെഷൻ ഫോർ ലേണിംഗ് ആൻഡ് ഫോർ റീലേണിംഗ് ആൻഡ് more maybe unlearning also. So I heartily welcome all delegates to the session, and especially and with all respect and very much thankful, I welcome Dr. Vishnu Radhakrishnan for the starting of the session. തുടങ്ങാം സാർ. Okay. Thank you, Hamid Ali, for the warm welcome. So as he told, today we will be discussing about diabetes. So ആദ്യം ഹമീദ് അലി എന്നോട് പറഞ്ഞിരുന്നത് I'll have to take a session on diabetes. അപ്പം എനിക്ക് തോന്നുന്നത് ഡയബറ്റീസ് ആണ് ഏറ്റവും വാസ്റ്റ് ആയിട്ടുള്ള മെറ്റബോളിക് ഡിസോർഡർ. ഏറ്റവും കൂടുതൽ ആളുകൾക്ക് വരുന്ന, അല്ലെങ്കിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ഒരു എൻഡോക്രൈൻ OPD-യിൽ നമ്മളെപ്പോഴും കോർ എൻഡോക്രൈനോളജി കേസുകളുടെ ഗണത്തിൽ ഡയബറ്റീസ് പെടുത്തുന്നില്ലെങ്കിൽ കൂടി ഏറ്റവും കൂടുതൽ കാണുന്ന കേസ് എന്ന് പറയുന്നത് ഡയബറ്റീസ് തന്നെയാണ്. അപ്പം ഡയബറ്റീസും തൈറോയിഡും തന്നെയാണ് ഇപ്പോഴും ബ്രെഡ് ആൻഡ് ബട്ടർ ഓഫ് എ ഫിസിഷ്യൻ ആൻഡ് എ ഡയബറ്റോളജിസ്റ്റ് ആൻഡ് എൻ എൻഡോക്രൈനോളജിസ്റ്റ്. അപ്പോൾ എല്ലാ ലെവലിലും അത് തന്നെയാണ്. പിന്നെ നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയബറ്റീസിന്റെ കോംപ്ലിക്കേഷൻസോ അല്ലെങ്കിൽ ഡയബറ്റീസോ അൺകൺട്രോൾഡ് ഷുഗേഴ്സോ ആണ് ഒരു ഹോസ്പിറ്റലിൽ എത്തുന്ന മെജോറിറ്റി പേഷ്യൻസിനുള്ളതും. അപ്പം ആ നിലയ്ക്ക് ഡയബറ്റീസിനെ കുറിച്ചുള്ള പ്രാഥമിക പാഠങ്ങളായിരിക്കും എല്ലാവർക്കും, ഫിസിഷ്യൻ ലെവലിലും അല്ലെങ്കിൽ GP ലെവലിലും. ഇപ്പം നമ്മുടെ എപ്പോഴും പറയും നമ്മുടെ ഏറ്റവും സ്ട്രെങ്തൻ ചെയ്യേണ്ട ഏരിയ എന്ന് പറയുന്നത് പ്രൈമറി GP ലെവലാണ്. അതാണ് എപ്പോഴും നമ്മുടെ സൊസൈറ്റിക്ക് കൂടുതൽ ഉപകാരപ്പെടുക അല്ലെങ്കിൽ കൂടുതൽ ഇമ്പാക്ട് ഉണ്ടാവുക എന്നുള്ളത് GP ലെവലിൽ അല്ലെങ്കിൽ ഫാമിലി ഫിസിഷ്യൻ ലെവലിലുള്ള മാറ്റങ്ങളാണ്.
അപ്പൊ അതുകൊണ്ടാണ് ആദ്യത്തെ ഒരു സെഷൻ ഡയബറ്റീസ് ആയിട്ട് തിരഞ്ഞെടുത്തത്. ആൻഡ് ഐ എം സോ താങ്ക്ഫുൾ ആൻഡ് ഫോർ ദ ഓപ്പർച്യൂണിറ്റി ഗിവൻ ബൈ ദ GPA, ബിക്കോസ് എപ്പോഴും ഞാൻ ചിന്തിക്കാറുണ്ട്, പലപ്പോഴും നമ്മൾ ഈ എൻഡോക്രൈനോളജിസ്റ്റുകൾക്കിടയിലുള്ള കോൺഫറൻസുകളിൽ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരുന്നിട്ട് വലിയ കാര്യമില്ല. അപ്പം നമ്മൾ ഓരോ ലെവൽ കഴിയുന്തോറും നമ്മൾ സൂപ്പർ സ്പെഷ്യലൈസേഷൻ ചെയ്യുന്ന അങ്ങനെ പോകുന്നതോറും നമ്മൾ സബ് സ്പെഷ്യലിസ്റ്റുകളായി മാറുകയാണ് ചെയ്യുക. സോ ഞാൻ എൻ്റെ MD മെഡിസിൻ ചെയ്തത് തൃശ്ശൂർ മെഡിക്കൽ കോളേജിലാണ്. അപ്പോൾ ആ സമയത്ത് ഉണ്ടായിരുന്ന കാർഡിയോളജി സ്കില്ലുകളൊന്നും അത്രത്തോളം ശക്തമായിട്ട് ഇപ്പം എനിക്കില്ല. നമ്മൾ വേറൊരു സബ് സ്പെഷ്യാലിറ്റിക്ക് പോകുമ്പോൾ അത് തീരെ പോവുകയാണ് ചെയ്യുക. അപ്പം പലപ്പോഴും ഇപ്പം നിങ്ങൾ കാണുന്ന അത്ര വാസ്റ്റ് അറേ ഓഫ് കേസസ് ഞാൻ കാണുന്നില്ല. ഞാനിപ്പം ഡയബറ്റീസ്, തൈറോയിഡ് അല്ലെങ്കിൽ ഹോർമോണുമായിട്ട് ബന്ധപ്പെട്ട കേസുകളാണ് കൂടുതലായിട്ടും കാണുന്നത്. അപ്പം പലപ്പോഴും നിങ്ങളുടെ എക്സ്പീരിയൻസ്, നിങ്ങളുടെ അത്ര വാസ്റ്റ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഇപ്പം ഞാൻ എക്സ്പീരിയൻസ് ഇല്ല. ഇപ്പം തൃശ്ശൂരിൽ MD മെഡിസിൻ ചെയ്ത സമയത്ത് ഉണ്ടാകുന്ന എക്സ്പീരിയൻസ് ഒന്നും നമ്മൾ DM ചെയ്തപ്പോഴും അത് കഴിഞ്ഞ് സബ് സ്പെഷ്യലൈസ് ചെയ്യുന്ന സമയത്തോ കാണില്ല. ഇപ്പം ഞാനൊരു സ്വിച്ചറൊന്നും ചെയ്തിട്ടില്ല, കാലങ്ങളായി ഇതൊക്കെ ചെയ്തിട്ട്. അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, ഡയബറ്റീസിനെ കുറിച്ച് അറിയാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് എല്ലാ രോഗങ്ങളിലേക്കുള്ളൊരു വാതിൽ തുറക്കപ്പെടുകയാണ്. ആൻഡ് diabetes actually causes maximum morbidity and mortality in Indian setup. So India is actually becoming the diabetic capital of the world. അപ്പം ഞാൻ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വി ക്യാൻ പ്രോബ്ലി കണ്ടക്ട് സീരീസ് ഓൺ സെവറൽ എൻഡോക്രൈൻ ഡിസോർഡേഴ്സ്. അപ്പം ആദ്യം നമ്മൾ ഡയബറ്റീസ് തുടങ്ങും, പിന്നെ തൈറോയ്ഡ് ഡിസോർഡേഴ്സ്. ഇപ്പം എന്തൊക്കെ ചെയ്യാം, പ്രൈമറി സ്ക്രീനിങ് എന്തൊക്കെ ചെയ്യാം, നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ വിടുമ്പോൾ എന്തൊക്കെ ശ്രദ്ധിക്കണം, അങ്ങനത്തെ പ്രാക്ടിക്കൽ ആസ്പെക്ട്സ് ഒക്കെ പറഞ്ഞ് പോകുന്നൊരു സീരീസ്. അപ്പം മന്ത്ലി ആയിട്ട് ഓരോ സെഷനായിട്ട് എടുക്കാനാണ് പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ചുള്ള മന്ത്ലി സെഷൻസ് ആണ് ഇപ്പം ഇന്ന് മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. സോ ടുഡേ ഐ വിൽ ബി ഡിസ്കസിങ് അബൌട്ട് ദ ഡയഗ്നോസിസ്, ക്ലിനിക്കൽ ഡയഗ്നോസിസ്, ലാബറട്ടറി ഡയഗ്നോസിസ് ആൻഡ് ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. സോ ഇപ്പം നമുക്കറിയാം, കുഞ്ഞുങ്ങളിൽ ഉണ്ടാവുന്ന എല്ലാ ഡയബറ്റീസും ടൈപ്പ് 1 ഡയബറ്റീസ് അല്ല, അതുപോലെ മുതിർന്നവരിൽ ഉണ്ടാവുന്ന എല്ലാ ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും ആയിക്കൊള്ളണമെന്നില്ല. അപ്പം നമ്മൾ പ്രൈമറി ലെവലിൽ ഒത്തിരി മിസ്റ്റേക്സ് വരുത്തരുത് എന്നുള്ളതാണ്. ഒരുപാട്, അതായത് എപ്പോഴും നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്, ഒരു സ്പെഷ്യാലിറ്റി ചെയ്യുന്ന സമയത്ത് നമുക്ക് എപ്പോഴാണ് അത് റെഫർ ചെയ്യേണ്ടതെന്ന് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടായിരിക്കണം. അവിടെയാണ് അങ്ങനെയായാൽ മാത്രമേ ഹെൽത്ത് സിസ്റ്റം വളരെ കൃത്യമായിട്ട്, ഇപ്പം NHS ഒക്കെ പോകുന്ന പോലെ വളരെ കൃത്യമായിട്ട് ഇന്ത്യയിൽ നടന്നു പോകുന്നതാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ വിതൗട്ട് മച്ച് ഡിലേ ഐ വിൽ ബി ഡയറക്ട്ലി ഗോയിങ് ടു ദ ടോപ്പിക്. So hope my screen is visible and my voice is well audible. Yes, sir. Kindly make it full screen, please. Yeah, I'll be doing that. So it's fine now. Okay. So today I'll be discussing about the diagnosis and classification of diabetes mellitus. So I am not able to move the slides actually. Sir, try to change with your mouse. Once click on the mouse. Yeah, The slides. it's moving. Yeah, now. it's moving now. So can you, your bar is actually, the Zoom's bar is actually coming up. I'm not able to. But it's not visible Okay. from here. Yeah. നമുക്ക് വ്യക്തമായിട്ട് കാണാം സർ. Okay. Again, I'm facing the same problem. Okay. So diabetes mellitus ന്റെ definition and spectrum. So നമുക്ക് abnormal ആയിട്ടുള്ള ഒരു കാര്യം അറിയണമെങ്കിൽ first of all we should know what is normal. So what is the normal fasting plasma glucose? It is something which is less than 100 milligram percentage. അതായത് fasting glucose 100 താഴെ, 2 hour PPG postprandial glucose 140 താഴെ, HbA1c ആണെങ്കിൽ 5.6 താഴെ അല്ലെങ്കിൽ 5.7 താഴെ എന്നുള്ള രീതിയിൽ എടുക്കുമ്പോഴാണ് അത് ഒരു നോർമൽ ഗ്ലൈസീമിയ എന്ന് പറയുന്ന ഒരു സെറ്റപ്പിലേക്ക് വരുന്നത്. എന്താണ് പ്രീ ഡയബറ്റീസ് എന്ന് നമ്മൾ ആദ്യമായിട്ട് അറിഞ്ഞിരിക്കണം. ബിക്കോസ് പ്രീ ഡയബറ്റീസ് എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പേഷ്യന്റിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സേവ് ചെയ്യാൻ പറ്റുന്ന ഒരു വിൻഡോ പീരീഡ് ആണ്. ആ സമയത്ത് ഇന്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ യു കൻ പ്രോബ്ലി പ്രിവെന്റ് ദ ഡെവലപ്മെന്റ് ഓഫ് ടൈപ്പ് 2 ഡയബറ്റീസ്.
So if the FPG is in between 100 to 125, അതായത് 100-നും 125-നും ഇടയിലാണെങ്കിൽ it is termed as impaired fasting glucose. And if the 2-hour PPG, അതായത് ഭക്ഷണം കഴിച്ച് 2 മണിക്കൂറിന് ശേഷമുള്ള ഷുഗർ ലെവൽ, എസ്പെഷ്യലി മോർണിംഗിൽ, അത് 140-ക്കും 199-നും ഇടയിലാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് impaired glucose tolerance. And HbA1c ലെവൽ നോക്കുകയാണെങ്കിൽ അത് 5.7-നും 6.4-നും ഇടയിലാണെങ്കിൽ ദാറ്റ് ഇസ് കോൾഡ് പ്രീ ഡയബറ്റീസ്. So pre-diabetes can have two components, which is impaired fasting glucose and impaired glucose tolerance. So ഈ അവസ്ഥയിൽ നമുക്ക് പേഷ്യന്റ് കിട്ടുകയാണെങ്കിൽ എന്തൊക്കെ ചെയ്യാന്നുള്ളത് ആണ് ആദ്യം ക്ലിനിക്കലി. ഇപ്പം നമുക്ക് എപ്പോഴും കിട്ടുന്നുണ്ടാവും ഒബീസ് ആയ ഒരു ഇൻഡിവിജ്വൽ ഒ പിയിൽ വരികയാണ്, അദ്ദേഹത്തിന്റെ നമ്മൾ HbA1c ഒബിയസ്ലി വിടും along with fasting level, LFT, all other metabolic markers. So if you are getting a dysglycemia or if you are getting a sugar level which is in the pre-diabetic range, നമുക്ക് പ്രീ ഡയബറ്റീസിലേക്ക് വരുന്നത് പ്രിവെന്റ് ചെയ്യാനായി സാധിക്കും. അതായത് അവരോട് കൃത്യമായിട്ട് എക്സസൈസ് ചെയ്യാനായിട്ട് പറയാം. നമ്മൾ ADA ഒക്കെ റെക്കമെൻഡ് ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത് 150 minutes per week എന്ന് പറയുന്ന രീതിയിലാണ്. 150 മിനിറ്റ് നിങ്ങൾ ആഴ്ചയിൽ എയറോബിക് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ് പറയാനുള്ളത്. അപ്പൊ നമ്മൾ അവരോട് പ്രാക്ടിക്കലി പറയുമ്പോൾ എങ്ങനെ പറയും എന്നുള്ളതാണ് വേറെ ചോദ്യം. ഞാൻ പേഷ്യൻസിനോട് പൊതുവെ 30 minutes per ഡേ ആണ് പറയാറ്. അങ്ങനെ പേഷ്യൻസിന് ഒരു 5 ദിവസമോ 6 ദിവസമോ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, 5 ദിവസത്തോളം ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലത്. അതോടൊപ്പം തന്നെ 2 ദിവസം റെസിസ്റ്റൻസ് ട്രെയിനിങ് ചെയ്യാൻ പറയാം. അപ്പൊ പേഷ്യന്റിന്റെ ഏജ് 30-ന് മുകളിലാണെങ്കിൽ റെസിസ്റ്റൻസ് ട്രെയിനിങ് എന്തായാലും ഉൾപ്പെടുത്തണം എന്ന് പറയാം. ഇപ്പൊ ADA ഗൈഡ് ലൈൻസ് യോഗ, തായ്ചി അതിനൊക്കെ റോൾ ഉണ്ട് എന്ന് പറയുന്നത്. തായ്ചി എന്ന് പറഞ്ഞാൽ ജപ്പനീസ് ഫോം ഓഫ് യോഗ സം എക്സസൈസ് ആണ്. അങ്ങനത്തേനൊക്കെ റോൾ ഉണ്ട് എന്നുള്ള രീതിയിൽ തന്നെയാണ് പറയുന്നത്. See, if the sugars are more than FPG is more than 126, 2-hour PPG is more than 200, and you should have a consistent results. And if the HbA1c is more than 6.5, and if the RBS is more than 200, നിങ്ങൾ റാൻഡം ആയിട്ട് ബ്ലഡ് ഷുഗർ ചെയ്യുമ്പോൾ 200 mg/% മുകളിലുണ്ടെങ്കിൽ, along with that you should have osmotic symptoms of diabetes. അങ്ങനെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഡയബറ്റീസ് മെലിറ്റസ് ആയി കണക്കിലാക്കണം എന്നാണ് പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് ഷുഗറിന്റെ ഓസ്മോട്ടിക് സിംറ്റംസ്, അല്ലെങ്കിൽ ഷുഗർ അൺകൺട്രോൾഡ് ആയി വരുമ്പോൾ ഉണ്ടാവുന്ന സിംറ്റംസിനാണ് നമ്മൾ ഓസ്മോട്ടിക് സിംറ്റംസ് എന്ന് പറയുന്നത്. സോ പോളിയൂറിയ, പോളിഡിപ്സിയ ആൻഡ് ലോസ് ഓഫ് വെയിറ്റ്, ഇതൊക്കെയാണ് നമ്മൾ ഓസ്മോട്ടിക് സിംറ്റം ആയിട്ട് കണക്കാക്കിയിരിക്കുന്നത്. അതായത് ഷുഗറിന്റെ ഓസ്മോട്ടിക് എഫക്റ്റ് ഉണ്ട്. ഓസ്മോട്ടിക്കലി ആക്റ്റീവ് ആയിട്ടുള്ള ഒരു സബ്സ്റ്റൻസ് ആണ് ബ്ലഡ് ഷുഗർ. അപ്പൊ അത് വരുന്നത് കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് കൂടുതൽ ദാഹം വരാം, ഓസ്മോട്ടിക്കലി ആക്റ്റീവ് ആയ സബ്സ്റ്റൻസ് വരുമ്പോൾ. പിന്നെ നമുക്ക് ഓസ്മോട്ടിക് ഡൈവറസിസ് വരുന്നതുകൊണ്ട് പൊളിയൂറിയ വരാം, കൂടുതൽ മൂത്രം ഒഴിക്കേണ്ടതായിട്ട് വരാം. നുക്ചൂറിയ വരാം, രാത്രി മൂത്രം ഒഴിക്കാനായി ഇടയ്ക്കിടയ്ക്ക് എഴുന്നേൽക്കുക. ഇതൊക്കെയാണ് കോമൺ സിംറ്റം ആയിട്ട് കണ്ടുവരിക. എപ്പോഴും ടൈപ്പ് 2 ഡയബറ്റീസ് ഒരു 30s-ലും 40s-ലും വരുന്ന യങ്സ്റ്റേഴ്സ് ഒക്കെ നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ അവർക്ക് പ്രീവിയസ് ഹിസ്റ്ററി might be that of obesity, and they are losing weight, which is unintentional, and they do have symptoms suggestive of polyuria, polydipsia, and loss of weight. So then നമ്മൾ എന്തായാലും HbA1c ആണ് നമ്മൾ ചെയ്തു നോക്കേണ്ടത്. സിമിലർ സിംറ്റംസ് ആയിട്ട് ഹൈപ്പർതൈറോയിഡിസം വരാം. അതാണ് ഹോർമോൺ വർക്കപ്പ് ഈസ് എസെൻഷ്യൽ. സോ ദിസ് ഇസ് നത്തിങ് ബട്ട് ദ ADA ക്ലാസിഫിക്കേഷൻ ഓഫ് ഡയബറ്റീസ്. അത് നിങ്ങൾ ജസ്റ്റ് അറിഞ്ഞിരിക്കുക. We have only 4 classes according to ADA. First one is type 1 diabetes, which we all know, which is immune mediated beta cell destruction. Pancreas നശിച്ചു പോവുക, അത് ആബ്സല്യൂട്ട് ഇൻസുലിൻ ഇൻസഫിഷ്യൻസി ഉണ്ടാക്കും. നമുക്ക് ലൈഫ് ലോങ് ഇൻസുലിൻ കൊടുക്കേണ്ടി വരും പേഷ്യന്റിന്. ഡ്രഗുകളൊന്നും തന്നെ FDA അപ്രൂവ്ഡ് അല്ല കാര്യമായിട്ട്. അപ്പൊ നമ്മൾ ഒന്നുകിൽ ഇൻസുലിൻ കണ്ടിന്യൂസ് ആയിട്ട് കൊടുക്കുക, അല്ലെങ്കിൽ അത് കഴിഞ്ഞ ശേഷം ഇൻസുലിൻ പമ്പിലേക്കൊക്കെ നീങ്ങുക. അതൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസിന്റെ പ്രത്യേകത. അപ്പം നമ്മൾ ഒരിക്കലും മിസ്ഡയഗ്നോസ് ചെയ്യരുത്. എപ്പോഴും യങ്സ്റ്റേഴ്സിനുള്ള ഡയബറ്റീസ് മുഴുവൻ ടൈപ്പ് 1 ആണെന്ന് എഴുതുന്ന ഒരു പ്രവണതയൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട്, നമ്മൾ ഒപ്പിയിൽ കാണാറുണ്ട്. അപ്പൊ അങ്ങനെ ഒരു തെറ്റിദ്ധാരണയ്ക്ക് ഇടവരരുത്. അപ്പം ടൈപ്പ് 1 എങ്ങനെയാണ് ഡയഗ്നോസ് ചെയ്യുക എന്നുള്ളതാണ്. ടൈപ്പ് 1ന്റെ പ്രസന്റേഷൻ എങ്ങനെയാണ്? അപ്പം സാധാരണയായിട്ട് ടൈപ്പ് 1 പ്രസന്റ് ചെയ്യുന്ന ഏജ് എന്ന് പറയുന്നത് പ്യൂബർട്ടി തുടങ്ങുന്ന ആ ഒരു സമയത്ത്, ഒരു രണ്ട് സമയത്താണ്. ഒന്ന് 6-7 വയസ്സ് കഴിഞ്ഞതിന് ശേഷം, പിന്നെ പ്യൂബർട്ടൽ ഓൺസെറ്റ് ഒരു 12-13 ആ ഒരു പ്രായത്തിലാണ് സാധാരണയായിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് കണ്ടുവരിക. ടൈപ്പ് 1 ഡയബറ്റീസിന് ജനറ്റിക് അസോസിയേഷൻ വളരെ കുറവാണ്. അപ്പൊ നിങ്ങൾക്ക് വളരെ ടൈപ്പ് 2 ഡയബറ്റീസ് വരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഫാമിലി ഹിസ്റ്ററി ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. എന്ന് പറഞ്ഞാൽ അച്ഛനും അമ്മയ്ക്കും ടൈപ്പ് 1 ഉണ്ടായിക്കൊള്ളുന്നില്ല. ടൈപ്പ് 2ന്റെ ഹിസ്റ്ററി ഒക്കെ ഉണ്ടാവാം, അതിന് ഇറസ്പെക്റ്റീവ് ആയിട്ട്. അപ്പൊ നമ്മളടുത്ത് ഒരു പേഷ്യന്റ് വരുമ്പോൾ ടൈപ്പ് 1 എപ്പോഴും ഓസ്മോട്ടിക് സിംറ്റംസ് വളരെ പ്രൊമിനന്റ് ആയിരിക്കും. അപ്പം കുട്ടികൾ അവരുടെ വെയിറ്റ് വല്ലാതെ കുറഞ്ഞു, പോളിയൂറിയും പോളിഡിപ്സിയും ഒക്കെ വളരെ കാര്യമായിട്ട് ഡെവലപ്പ് ചെയ്തു. നോക്കുന്ന സമയത്ത് ഷുഗർ വളരെ കൂടുതലാണ്, 400-500 ആണ്. നമ്മൾ ഹിസ്റ്ററി ചോദിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഇനീഷ്യൽ പ്രസന്റേഷൻ DK, ഡയബറ്റിക് കീറ്റോസിഡോസിസ് ആയിരിക്കും. അപ്പോൾ വാട്ട് ആർ ദ സിംറ്റംസ് ഓഫ് ഡയബറ്റിക് കീറ്റോസിഡോസിസ്? സോ പേഷ്യന്റ് ക്യാൻ വാക്ക് ടു യുവർ OPD വിത്ത് ഡയബറ്റിക് കീറ്റോസിഡോസിസ്. നിങ്ങളുടെ ഷുഗർ ഹൈ ആയിരിക്കാം, ഈവൻ നോർമൽ ആയിരിക്കാം,
അതോടൊപ്പം പേഷ്യൻസിന് ബ്ലഡ് കീറ്റോൺ ബോഡി പോസിറ്റീവ് ആയിരിക്കാം. ആ സിംറ്റംസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുസ്മാൽ ബ്രീത്തിങ് എന്നൊക്കെ പറയും, ഭയങ്കര ഡീപ്പായിട്ടുള്ള അസിഡോട്ടിക് ബ്രീത്തിങ് വരാം. അതോടൊപ്പം അബ്ഡോമിനൽ പെയിൻ വരാം, ഗ്യാസ്ട്രോ ഇൻറ്റെസ്റ്റൈനൽ സിംറ്റംസ് ഒക്കെ വളരെ പ്രോമിനന്റ് ആണ്. അപ്പൊ ആ രീതിയിലുള്ള ഒരു പ്രസന്റേഷൻ ഉണ്ടായിരിക്കാം. ഞാൻ പറഞ്ഞത് റിട്രോസ്പെക്റ്റീവ്ലി ഇപ്പൊ നിങ്ങൾ ഒരു പേഷ്യന്റിനെ കാണുന്ന സമയത്ത് ഹിസ്റ്ററി ചോദിക്കുമ്പോൾ പേഷ്യന്റ് തുടക്കം മുതൽ ഇൻസുലിനാണ്, 4 നേരമൊക്കെ ഇൻസുലിൻ എടുക്കുന്നുണ്ട്. പേഷ്യന്റ് ഇൻസുലിൻ എടുക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല. മരുന്നിലായ സമയത്തൊക്കെ ഷുഗർ ഒട്ടും കൺട്രോൾ ആയിരുന്നില്ല എന്ന് മാത്രമല്ല 1-2 തവണ ഡയബറ്റിക് കീറ്റോസിഡോസ് ആയിട്ട് പേഷ്യന്റ് അഡ്മിറ്റ് ആയിട്ടുണ്ട്. ഇത്തരം ഹിസ്റ്ററി. ഇപ്പോൾ patient may not tell you the exact history or patient may not tell you the exact terminology of diabetic ketoacidosis. പക്ഷേ അവർ പറയണം ഇടയ്ക്കിടയ്ക്ക് അഡ്മിറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ദിസ് തിങ്, ഫിക്സ് ദിസ് തിങ് ഇൻ യുവർ മൈൻഡ്. ടൈപ്പ് 1 ഡയബറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ ഇല്ലാതെ അവർക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. അതാണ്. അപ്പം ഏതെങ്കിലും ഒരു ഡയബറ്റിക് പേഷ്യന്റ് ഇതിപ്പോ നിങ്ങളോട് വന്ന് പറയാണ്, ഒരു യങ്ങർ ഡയബറ്റിക് പേഷ്യൻസ് 20കളിൽ അവർക്ക് ഷുഗർ തുടങ്ങി, ബട്ട് ദേ വർ ആക്ച്വലി ടേക്കിംഗ് മെഡിക്കേഷൻ, OHAs, ഓറൽ ഹൈപ്പോഗ്ലൈസമിക് ഏജന്റ്സ് ഫോർ 3 to 4 years. അതിനുശേഷമാണ് അവരുടെ ഇൻസുലിനിലേക്ക് മാറ്റിയെന്ന് പറഞ്ഞാൽ ഡെഫിനറ്റ്ലി ദാറ്റ്സ് നോട്ട് ടൈപ്പ് 1. അതാണ് ഞാൻ പറഞ്ഞു വന്ന പോയിന്റ്. അതായത് ടൈപ്പ് 1 ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ OHA മാത്രമായിട്ട് അവർക്ക് ജീവിക്കാൻ സാധിക്കില്ല. ഈ ടൈപ്പ് 1 ഇൻസുലിൻ കണ്ടുപിടിച്ചത് 1921-ലാണ്. ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ ഇപ്പൊ ലീനോട്ട് തോംസൺ എന്ന് പറഞ്ഞ പേഷ്യന്റിനാണ് ആദ്യമായിട്ട് ഇൻസുലിൻ കൊടുത്തത്. ഇൻസുലിൻ കണ്ടുപിടിക്കുന്നതിന് മുന്നേ എല്ലാ ടൈപ്പ് 1 രോഗികളും മരിച്ചു പോയി ചെയ്തിരുന്നു, അവർ സർവൈവ് ചെയ്യായിരുന്നില്ല. അപ്പൊ ഇൻസുലിൻ അവർക്കൊരു ലൈഫ് സേവിങ് മെഡിസിൻ ആയിരുന്നു. അപ്പം ഈ പോയിന്റ് എപ്പോഴും ഓർക്കണം ഹിസ്റ്ററി എടുക്കുന്ന സമയത്ത്. ഇഫ് ദ പേഷ്യന്റ് ഈസ് ആക്ച്വലി if the patient had a history of initial OHA use for 3 to 4 years or some period without any history of diabetic ketoacidosis or recurrent hospital admissions, it is unlikely to be type 1 diabetes. Then type 2 diabetes ആണ് രണ്ടാമത്തത്. All of you know type 2 diabetes is due to insulin resistance. എന്തൊക്കെയാണ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ഉണ്ടാക്കുക എന്നുള്ളതിനെ കുറിച്ച് ഒരു ധാരണ വേണം. ഒന്ന് നമ്മുടെ ജെനറ്റിക്സ് ആണ്, യുവർ ജെനറ്റിക് മേക്ക് വിച്ച് ക്യാൻ ആക്ച്വലി കോൺട്രിബ്യൂട്ട് ടു 70 to 80% ഓഫ് ദ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഇൻ അവർ ബോഡി. ഇതേ സാധനം തന്നെയാണ്, ഇതേ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് അല്ലെ മാസൽഡ് എന്ന് പറയുന്ന സാധനം ഉണ്ടാക്കുന്നത്. ഇതേ സാധനം തന്നെയാണ് PCOS സ്ത്രീകളിൽ ഉണ്ടാക്കുന്നത്. ഇത് തന്നെയാണ് എല്ലാ ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഫൈൻഡിങ്സ് നമുക്ക് തടി കൂടെ ഒബീസിറ്റി ഒക്കെ ഉണ്ടാക്കുന്നത്. അപ്പോൾ ടൈപ്പ് 2 ഡയബറ്റിക് ആയ പേഷ്യൻസ് പൊതുവില് അവര് റിലേറ്റീവ്ലി ഒബീസ് ആയിരിക്കും. ഇനീഷ്യൽ ഒബീസിറ്റി നിങ്ങൾക്ക് പേഷ്യന്റ് ഹിസ്റ്ററി കിട്ടുന്നുണ്ട്. പേഷ്യന്റ് പെട്ടെന്ന് വെയിറ്റ് കുറഞ്ഞിട്ടാണ് ഇപ്പൊ വന്നത്, ആദ്യം നല്ല ഭാരം ഉണ്ടായിരുന്നു, അങ്ങനത്തെ കുറച്ച് സിംറ്റംസ്. ഓസ്മോട്ടിക് സിംറ്റംസ് വളരെ പ്രോമിനന്റ് ആയിക്കൊള്ളുന്നില്ല. അപ്പൊ പോളിയൂറിയ, പോളിഡിപ്സി ഒന്നും കിട്ടിക്കൊള്ളുന്നില്ല. ഇൻസിഡന്റലി HbA1c ചെയ്തു. സോ ദ പേഷ്യന്റ് may have got admitted for some surgery and the HbA1c is quite high. അങ്ങനത്തെ പേഷ്യൻസ്. പിന്നെ പേഷ്യൻസിന് നമ്മൾ എക്സാം ചെയ്യുമ്പോൾ സ്ട്രോങ് ഫാമിലി ഹിസ്റ്ററി ഉണ്ട്, അച്ഛന് ഡയബറ്റിക് ആണ്, അമ്മയ്ക്കും ഡയബറ്റിക് ആണ്. എസ്പെഷ്യലി ഡയബറ്റിസ് ഹാസ് സ്റ്റാർട്ടഡ് ഇൻ ദ സെക്കൻഡ് ഹാഫ് ഓഫ് ലൈഫ്. അങ്ങനെയാണ്. മകന് നല്ല തടിയുണ്ട്. പിന്നെ നിങ്ങൾ എക്സാമിൻ ചെയ്യുമ്പോൾ യു ആർ ഗെറ്റിംഗ് സം പെക്യുലർ ഫൈൻഡിങ്സ് വിച്ച് ഇസ് സജസ്റ്റീവ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ദാറ്റ് ഇസ് സംതിങ് വിച്ച് ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ഹയർ BMI, നല്ല ഒബീസായ ഇൻഡിവിജ്വൽ ആണ്, ഡബിൾ ചിന്നൊക്കെ ഉള്ള ഇൻഡിവിജ്വൽ ആണ്. ആൻഡ് പെരിഫറൽ സൈൻസ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ് ലൈക്ക് അക്കാന്തോസിസ് നൈഗ്രിക്കൻസ്. അതോടൊപ്പം സ്കിൻ ടാക്സ്, കുറെ സ്കിൻ ടാക്സ് കാണുന്നുണ്ട്, അതൊക്കെ ഹിസ്റ്ററിയിൽ മെൻഷൻ ചെയ്യാം. അപ്പൊ സ്കിൻ ടാക്സ് കുറെ ഉണ്ട്, നല്ല അക്കാന്തോസിസ് കാണുന്നുണ്ട്, നല്ല ഒബീസ് ആണ് ആള്, then it's going to be type 2 diabetes. സോ ഞാൻ പറഞ്ഞു വന്നത് നിങ്ങളുടെ ക്ലിനിക്കൽ അക്യുമൻ ആയിരിക്കണം ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 2 ഡയബറ്റീസും തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യാനുള്ള മാർഗം. നെവർ ഗോ വിത്ത് ടെക്സ്റ്റ് ബുക്സ്. ഇപ്പം നമ്മള് ഒരിക്കലും നമ്മൾ ആന്റിബോഡി വിട്ടിട്ടാവരുത് തമ്മിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യേണ്ടത്. ഞാൻ പറഞ്ഞ മനസ്സിലായില്ല. നമുക്ക് ഒരു നിവൃത്തിയുമില്ല. മറ്റു പല ഡയബറ്റീസുമായിട്ട് വളരെയധികം നമുക്കൊരു ഇൻകൺക്ലൂസീവ് ആയിട്ട് പറയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രമാണ് നമ്മൾ ആന്റിബോഡിയും മറ്റ് വില കൂടിയ ആന്റിബോഡികളൊക്കെ വിട്ടുപോകേണ്ടത് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. പിന്നെ ടൈപ്പ് 3 എന്ന് പറയുന്നത് ദർ ആർ സ്പെസിഫിക് ടൈപ്സ് ഓഫ് ഡയബറ്റീസ്. സെക്കൻഡറി ഡയബറ്റീസുകളാണ് ടൈപ്പ് 3 വരുത്തിയിരിക്കുന്നത്. ആൻഡ് ടൈപ്പ് 4 ഡയബറ്റീസ് ഇസ് നത്തിങ് ബട്ട് ജസ്റ്റേഷണൽ ഡയബറ്റീസ് മെലിറ്റസ്. സോ വി ഓൾ നോ ദാറ്റ് ജസ്റ്റേഷണൽ പീരിയഡ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ പീരിയഡ് ഓഫ് ഇൻസുലിൻ റെസിസ്റ്റൻസ്. സോ ഇറ്റ് ഹസ് ഗോട്ട് സർട്ടൻ ഹോർമോൺസ് ലൈക്ക് ഹ്യൂമൻ പ്ലാസന്റ lactogen which can actually increase the insulin resistance. And towards the end of second trimester, patients may develop dysglycemia, and that is termed as gestational diabetes mellitus. അപ്പൊ 7th month ഒക്കെ ആകുമ്പോഴാണ് ജസ്റ്റേഷണൽ ഡയബറ്റിസ് മെലിറ്റസ് വരുന്നത്. നമുക്ക് റുട്ടീൻ സ്ക്രീൻ ഇന്ത്യയിലുണ്ട് അതിനുവേണ്ടി. യു ക്യാൻ ഐദർ ഡു 75 gram OGTT ആൻഡ് ഇന്ത്യൻ ഗൈഡ് ലൈൻസ് പറയുന്നത് GCT ചെയ്താൽ മതി എന്നാണ്. അത് വെച്ച് കണ്ടുപിടിക്കുന്നതാണ്. നേരത്തെ ഉണ്ടാവുന്ന, അതായത് ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ തന്നെ കാണുന്ന ഡയബറ്റീസ് നമ്മൾ പ്രീ ജസ്റ്റേഷണൽ ഡയബറ്റീസ് എന്ന് പറയും. ഒരു പുതിയ ടെർമിനോളജിയാണ്.
അതല്ലാതെ ഡയബറ്റിക് ആയ ആളുകൾ പ്രഗ്നന്റ് ആവുകയാണെങ്കിൽ അതിനെ ഓവേർട്ട് ടൈപ്പ് 2 ഡയബറ്റീസ്, ബിക്കോസ് ഓവേർട്ട് ആയിട്ടുള്ള ഡയബറ്റീസ് വരുന്നത് ഓവേർട്ട് ടൈപ്പ് 1 ഉണ്ട്, ഓവേർട്ട് ടൈപ്പ് 2 ഉണ്ട്, അങ്ങനത്തെ ഡയബറ്റീസ് എന്നും പറയും. ഇത് സെക്കൻഡറി ഡയബറ്റീസിന് കുറെ ടൈപ്പ് ഉണ്ട്. എ എന്ന് പറയുന്നത് യു ഓൾ നോ മോഡി, മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. ഇത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇറ്റ്സ് എ ഗ്രൂപ്പ് ഓഫ് ഡയബറ്റീസ് വിച്ച് ഇസ് സീൻ ഇൻ യങ്ങർ ഇൻഡിവിജ്വൽസ്. അവർ നോൺ ഒബീസ് ആണ്. അവരുടെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ആർ സർട്ടൻ മ്യൂട്ടേഷൻസ്. ഇപ്പൊ പാങ്ക്രിയാസിനോ പാങ്ക്രിയാറ്റിക് ഫംഗ്ഷനെ എഫക്ട് ചെയ്യുന്ന ചില മ്യൂട്ടേഷൻസ് വരുന്നത് മൂലം ഈ മോഡി എന്ന് പറയുന്നത് ഉണ്ടാവും. അപ്പൊ മ്യൂട്ടേഷൻസ് ഓട്ടോസോമൽ ഡോമിനന്റ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അലീലിന് മ്യൂട്ടേറ്റഡ് ആയാൽ തന്നെ ആ ഡിസീസ് മാനിഫെസ്റ്റ് ചെയ്യും. അപ്പം ആ അസുഖം ഫാമിലിയിൽ റൺ ചെയ്യും. ഇപ്പൊ നിങ്ങളൊരു 3 generational ഫാമിലി ഹിസ്റ്ററി വരയ്ക്കുക, വിച്ച് ഇസ് ആക്ച്വലി an essential thing whenever you take the history of diabetes. So you'll have to draw a family tree which can actually tell you many things. If you are getting കാര്യമായിട്ടൊന്നും ഫാമിലി ട്രീയിൽ ഇല്ലെങ്കിൽ ടൈപ്പ് 1 ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഫാമിലി ഹിസ്റ്ററി സ്ട്രോങ് ആണ്. ഉയർന്ന ഏജിൽ 50-ന് മുകളിൽ കുറെ ആൾക്കാർക്ക്, തടിച്ച ആളുകൾക്ക് ഡയബറ്റീസ് വന്നു. ആദ്യം അവര് OHA വെച്ചാണ് ട്രീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ ദാറ്റ് ഇസ് the high likelihood is that of type 2 diabetes. മോഡിയിലാണ് 3 generational ഫാമിലി ഹിസ്റ്ററി പോസിറ്റീവ് ആയിരിക്കും. കാരണം ഓട്ടോസോമൽ ഡോമിനന്റ് ആയതുകൊണ്ട് തന്നെ ആ അലിയില് മ്യൂട്ടേറ്റഡ് ആയ അലിയിൽ ആർക്കൊക്കെ ഉണ്ട് അവർക്കൊക്കെ അത് പോസിറ്റീവ് ആയിട്ട് വരും, ആ ഡിസീസ് പോസിറ്റീവ് ആയി വരും. അപ്പൊ അതിങ്ങനെ ഫാമിലിയിൽ താഴോട്ട്. ഇപ്പൊ നമുക്ക് ഞാനിപ്പോ ഇവിടെ കേരളത്തിൽ വന്നതിന് ശേഷം I have 5 cases of മോഡി വിത്ത് മീ. അപ്പം I should have actually included those pics also. അവരുടെ എല്ലാ ഫാമിലി ട്രീയിലും we can clearly see ഓരോ മെമ്പേഴ്സ്, ഓരോ ജനറേഷനിൽ ഓരോ മെമ്പേഴ്സ് പോസിറ്റീവ് ആയിട്ട് വരുന്നുണ്ട്. Then there is something called transient neonatal diabetes and permanent neonatal diabetes, which is due to some mutations in some of the genes associated with pancreas, development of pancreas. പിന്നെ C എന്ന് പറയുന്ന എക്സോക്രൈൻ പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസിയും കൂടി വരുന്നത്. അപ്പൊ നിങ്ങൾക്ക് അറിയാം പാങ്ക്രിയാറ്റിസ്, ക്രോണിക് പാങ്ക്രിയാറ്റിസ്, പിന്നെ ഫൈബ്രോ കാൽക്കുലസ് പാങ്ക്രിയാറ്റിക് ഡയബറ്റിസ് എന്ന് പറയുന്നതൊക്കെ കേരളത്തിൽ കോമൺ ആണ്. സിസ്റ്റിക് ഫൈബ്രോസിസ്. അപ്പം അതിൽ നമ്മൾ എക്സോക്രൈൻ പാർട്ടും പോകും, എൻഡോക്രൈൻ പാർട്ടും പോകും. അപ്പൊ അവിടെ സിംറ്റംസ് എങ്ങനെയാണ് സ്പെസിഫിക് ആയിട്ട് വരിക? പേഷ്യൻസ് ക്യാൻ ഹാവ് സിംറ്റംസ് സജസ്റ്റീവ് ഓഫ് എക്സോക്രൈൻ പാങ്ക്രിയാറ്റിക് ഇൻസഫിഷ്യൻസി, ഡയേറിയ ഒക്കെ ആയിട്ട് വരാം, ഫാറ്റി ഡയേറിയ, ഫാറ്റി ഫ്ലാറ്റുലൻ ഡയേറിയ ഒക്കെ ആയിട്ട് വരാം. അതോടൊപ്പം മര്യാദയ്ക്ക് ദഹനം ഉണ്ടാവാതിരിക്കുക. മറ്റ് ഇപ്പോൾ EDEK നിങ്ങൾക്ക് അറിയാലോ, അതൊക്കെ ഫാറ്റ് സോല്യൂബിൾ വൈറ്റമിൻസ് ആണ്. അപ്പം മര്യാദയ്ക്ക് എക്സോക്രൈൻ പാങ്ക്രിയാസ് ഫംഗ്ഷൻ ചെയ്തിട്ടില്ല, ഇതൊന്നും അബ്സോർബ് ചെയ്യില്ല. അപ്പോൾ യു ക്യാൻ ഗെറ്റ് ആക്ച്വലി ദ ഫീച്ചേഴ്സ് ഓഫ് vitamin E deficiency including bitter spots. You can get the features of vitamin D deficiency and EK, liver functions can get affected. So അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ ജനറ്റിക് ഡിസീസസ്, സെവറൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് സിംപ്റ്റംസ് ആർ there. Then endocrinopathies, അതും 3-ലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പൊ അക്രോമെഗാലി, കുഷിങ്സ്, ഗ്ലൂക്കോഗണോമ, ഫിയോക്രോമോസൈറ്റോമ, ഹൈപ്പർതൈറോയിഡിസം, ആൽഡോസ്റ്റിറോണോമ. So this is actually from Harrison only. So it's actually important table from Harrison. So all the slides are from Harrison only. This is a WHO classification. It is a little different. They have type 1 diabetes, type 2 diabetes, and they do have hybrid forms of diabetes. Ketosis, KPD എന്ന് പറയുന്ന കീറ്റോസിസ് പ്രോൺ ഡയബറ്റീസ് ഉണ്ട്, മോഡി ഉണ്ട്, അതുപോലെ ലാഡ എന്ന് പറയുന്നത്, അതായത് ലേറ്റന്റ് ഓൺസെറ്റ് ആയിട്ടുള്ള അഡൽട്ട് ഓൺസെറ്റ് ആയിട്ടുള്ള ഓട്ടോഇമ്യൂൺ ഡയബറ്റീസ് ഉണ്ട്. അങ്ങനെ. സോ എപ്പിഡെമിയോളജി ഓഫ് ഡയബറ്റീസ്, ഓൾ ഓഫ് യു നോ ഇന്ത്യ ഈസ് ഗോയിങ് ടു ബി ദ ക്യാപിറ്റൽ ഓഫ് ഡയബറ്റീസ് സൂൺ. So prevalence, okay, this is actually an older thing, and newer ICOMR data has shown that the prevalence rate is pretty high in urban areas and rural areas. So Chandigarh ആണ് ഏറ്റവും highest city. കേരള, തമിഴ്നാട് ഒക്കെ highest ആണ്. ഇപ്പോൾ ഉള്ള പഞ്ചാബ്, കേരള, പിന്നെ നോർത്ത് ഈസ്റ്റേൺ സ്റ്റേറ്റ്സ്, ഇവിടെയാണ് ഡയബറ്റീസ് കൂടുതലായിട്ട് കാണുന്നത്. ടൈപ്പ് 1 ഡയബറ്റീസ് സ്കാൻഡിനേവിയൻ കൺട്രീസ് ആയ നോർവേയിലൊക്കെയാണ് കൂടുതലായി. ജസ്റ്റ് ഒന്ന് ഓർമ്മിച്ച് വെച്ചാൽ can be asking some of your exams also. So ഇത് നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കണം. We have, you might be knowing that we do have different cutoffs, different ways of reference cutoffs, different BMI cutoffs for Indians and South Asians. അപ്പൊ ഇന്ത്യൻസിനും സൗത്ത് ഏഷ്യൻസിനും നമ്മൾ BMI cutoffs ഒക്കെ കുറവാണ്. ഇപ്പൊ നമ്മുടെ നോർമൽ BMI എന്ന് പറഞ്ഞാൽ 22.9 താഴെയാണ്. നമ്മുടെ വേസ്റ്റ് സർക്കംഫറൻസ് എന്ന് പറഞ്ഞാൽ ആണുങ്ങൾക്ക് 90 താഴെ ആയിരിക്കണം. അബ്ഡോമിനൽ സർക്കംഫറൻസ് സ്ത്രീകൾക്കാണ് 80 താഴെ ആയിരിക്കണം. ഇത് വരുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ there is something called YY paradox. അതായത് YY paradox എന്ന് പറഞ്ഞാൽ 2 സയന്റിസ്റ്റുകളുണ്ട്, യാജ്നിക് ആൻഡ് യുഗ്നി. അപ്പൊ ഇവരുടെ മെറ്റബോളിക് റിസ്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഇങ്ങനെ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയത്. അതായത് ഒരേ BMI ഉള്ള ഇന്ത്യനും അതേസമയം അവരുടെ കൗക്കേഷ്യൻ കൗണ്ടർപാർട്ട് ഉണ്ട്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂറോപ്യനുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഇന്ത്യൻസിനാണ് വിസൽ ഫാറ്റ് കൂടുതൽ, ഇന്ത്യൻസിനാണ് മസിൽ മാസ് കുറവ്. അപ്പം നമ്മൾ ലോവർ BMIയിൽ തന്നെ നമുക്ക് ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യാം, കാർഡിയോവാസ്കുലർ ഡിസീസസ് ഡെവലപ്പ് ചെയ്യാം,
നമ്മൾ ഇൻസുലിൻ സെൻസിറ്റിവിറ്റി മറ്റവരെ വെച്ച് കുറവാണ്, വിസിൽ അഡിപ്പോസിറ്റി കൂടുതലാണ്, ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഇന്ത്യൻസ് ആർ ഒബ്വിയസ്ലി ഓഫ് എത്നിക്കലി Indians are at higher risk of developing type 2 diabetes and the macrovascular complications of type 2 diabetes. So this is something which has already been discussed. Criteria to diagnose type 2 or diabetes mellitus. So if the patient do have symptoms of diabetes along with and random blood sugar value, if it is more than 200 milligram percentage, that is diabetes. The fasting plasma glucose 126 മുകളിൽ HbA1c 6.5 മുകളിൽ 2 ppg 200 മുകളിൽ ഓറൽ GTT കഴിഞ്ഞതിന് ശേഷം എന്ന് പറഞ്ഞാൽ ഫാസ്റ്റിംഗ് എന്ന് പറയുന്ന 8 hour ഫാസ്റ്റിംഗ് ആണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ രണ്ട് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, രണ്ട് പയനിയർ സ്റ്റഡീസ് ഉണ്ട്. എന്തിനാണ് നമ്മൾ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ള ജസ്റ്റ് ഒരു ഇത് തരാനാണ്. അപ്പോൾ പേഷ്യൻസിനെ നിങ്ങൾക്ക് കൺവിൻസ് ചെയ്യേണ്ടി വരും. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ. അപ്പോൾ ഈവൻ എൻഡോസ് ആർ ഫേസിങ് ദിസ് സിറ്റുവേഷൻ. പേഷ്യൻസ് നിങ്ങളുടെ അടുത്ത് 6.5 6.9 ഒക്കെ ആയിട്ട് വരും, അപ്പം അല്ലെങ്കിൽ 7.2 ഒക്കെ ആയിട്ട് വരും. അപ്പം നിങ്ങൾ ട്രീറ്റ് ചെയ്യണോ, അങ്ങനെയൊക്കെ ഒരു ഡൗട്ട് ഉണ്ടോ, എന്തിനാണ് കൊടുക്കുന്നത്? അതായത് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഒബിസിറ്റി ആയാലും ടൈപ്പ് 2 ഡയബറ്റീസ് ആയാലും ഒക്കെ ലൈഫ് സ്റ്റൈൽ ഡിസീസ് ആണ്. അത് ക്രോണിക് ഡിസീസ് ആണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മാറില്ല, അതിന്റെ റിസ്ക് മാറില്ല അൺലെസ് യു ലൂസ് എ ലോട്ട് ഓഫ് വെയിറ്റ്. അപ്പം ഡയബറ്റിസ് റിമിഷൻ എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് ഉണ്ട്. പലരും പറയാറുണ്ട് ഡയബറ്റിസ് റിവേഴ്സൽ ക്ലിനിക്. അപ്പം നമ്മൾ എൻഡോക്രൈനോളജിയിൽ നമ്മൾ ഈ ഡയബറ്റിസ് റിവേഴ്സൽ പൂർണ്ണമായും പോസിബിൾ ആണെന്നുള്ളതിനോട് യോജിക്കില്ല. അതായത് നിങ്ങൾക്ക് ജനറ്റിക് റിസ്ക് ഉണ്ടെങ്കിൽ എല്ലാവരും ഡയബറ്റീസിലേക്ക് നടന്നെടുക്കുകയാണ്. ഇഫ് യുവർ പാരന്റ്സ് ആർ ഡയബറ്റിക്, യു ഹാവ് ഓൾമോസ്റ്റ് 50% ചാൻസ്, ബോത്ത് പാരന്റ്സ് ആർ ഡയബറ്റിക്, 50% ചാൻസ് ഓഫ് ഡെവലപ്പിംഗ് ടൈപ്പ് 2 ഡയബറ്റിസ്. അപ്പോൾ എല്ലാവരും അതിലേക്ക് നടന്നെടുക്കുകയാണ്. അപ്പം നമുക്ക് ആ റിസ്ക് അത് വരുന്നത് ഡിലേ ചെയ്യിപ്പിക്കാൻ മാത്രമേ കഴിയുള്ളൂ എന്നുള്ളതാണ് അതിന്റെ കണക്ക്. അത് ഡിലേ ചെയ്യിപ്പിക്കുന്നത് എങ്ങനെയാണ്? നിങ്ങൾക്കിപ്പോൾ നിങ്ങളുടെ ഷുഗർ വന്നു, നിങ്ങൾ ഇനീഷ്യൽ HbA1c ഒരു 7.5 ഒക്കെ താഴെയുള്ള ഒരാളാണെങ്കിൽ അദ്ദേഹത്തിന് ഇനീഷ്യലി മരുന്ന് കൊടുക്കാം. മരുന്ന് കൊടുത്തില്ലെങ്കിൽ അവരോട് എക്സസൈസ് ചെയ്യാൻ പറഞ്ഞിട്ട് അവർക്ക് ഒരു 10% വെയിറ്റ് ലോസ് ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ HbA1c 3 മാസം 6.5 അടിയിൽ കൊണ്ടുവരാം. അറ്റ്ലീസ്റ്റ് 3 മാസം അങ്ങനെ നിലനിർത്തി കഴിഞ്ഞാൽ ഡയബറ്റിസ് റിമിഷനിലാണെന്ന് പറയും. അതാണ് റിമിഷന്റെ ഡെഫിനിഷൻ. അതായത് ദ വാല്യൂ ഓഫ് HbA1c ലെസ് ദാൻ 6.5 ഫോർ അറ്റ്ലീസ്റ്റ് 3 months. അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ സോ ദാറ്റ് ഈസ് ദ ഡെഫിനിഷൻ ഓഫ് റിമിഷൻ. നമുക്ക് റിമിഷനേ ഉള്ളൂ, വി ഡോണ്ട് ഹാവ് റിവേഴ്സൽ. കാരണം റിവേഴ്സ് ചെയ്തു എന്ന് ഒരിക്കലും പേഷ്യന്റ് മാറി നിങ്ങൾക്ക് വരില്ല എന്നുള്ള രീതി നമ്മൾ ഒരിക്കലും സംസാരിക്കരുത്. ബിക്കോസ് ദ പേഷ്യന്റ് ക്യാൻ ഗോ ടു ഒബീസിറ്റി അഗെയിൻ, ഹി ക്യാൻ ബി ഒബീസ് അഗെയിൻ ആൻഡ് ഹി ക്യാൻ ദ ഡയബറ്റീസ് ക്യാൻ കം അപ്പ് അഗെയിൻ, ബ്ലഡ് ഷുഗർ ക്യാൻ ഗോ അപ്പ് അഗെയിൻ. അപ്പം നമ്മൾ എപ്പോഴാണ് ട്രീറ്റ്മെന്റ് തുടങ്ങുന്നത്? 6.5 to 7 പ്രോബ്ലി യു ക്യാൻ അഡ്വൈസ് ഡയറ്റ്, lifestyle changes, and in my practical experience this is actually the most difficult part. നമുക്ക് ഏറ്റവും കൂടുതൽ കംപ്ലൈൻസ് ഉള്ളത് മരുന്നിനാണ്. നിങ്ങൾ ഗുളിക കൊടുത്തു കഴിഞ്ഞാൽ അവർ കഴിക്കും ഒരു മാസം എടുത്ത് തന്നെ. എന്നാൽ എക്സസൈസിന് ഏറ്റവും കുറവ് കംപ്ലൈൻസ് ഉള്ളത്. അപ്പൊ നമുക്ക് തന്നെ നമ്മുടെ കാര്യം അറിയാം, ഒരു അരമണിക്കൂർ രാവിലെ എഴുന്നേറ്റ് ഓടാൻ നമുക്ക് ഡോക്ടേഴ്സിന് തന്നെ പറ്റാറില്ലല്ലോ. അത് നമ്മുടെ ജീവിതത്തിൽ അങ്ങനെ ഒരു മാറ്റം വരുത്താൻ നമുക്ക് തന്നെ പാടാണ്. സോ ദാറ്റ്സ് ഗോയിങ് ടു ബി നോട്ട് അറ്റ് ഓൾ ഈസി ഇൻ ദ പേഷ്യൻസ് ലൈഫ് ഓൾസോ. അപ്പോൾ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ആണ് ഏറ്റവും പാടുള്ളത്. അപ്പോൾ ലൈഫ് സ്റ്റൈൽ തീരെ ചേഞ്ച് ചെയ്യാൻ സാധ്യതയില്ലാത്ത ആളുകൾക്ക് നമുക്ക് ആ ലെവലിൽ തന്നെ മരുന്നുകൾ കൊടുത്തു തുടങ്ങാം. മെറ്റ്ഫോൺ ബേസ്ഡ് ആയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കാം ടൈപ്പ് 2 ഡയബറ്റിസ് ആണെങ്കിൽ. അപ്പോൾ ഞാനത് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ എവിഡൻസ് വി ഹാവ് ഏറ്റവും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ട്രയൽസ് ഉണ്ട്. UKPDS DCCT ട്രയൽ. അപ്പോൾ UKPDS പറഞ്ഞാൽ ടൈപ്പ് 2 ഡയബറ്റീസിലെ ട്രയലാണ്, DCCT ടൈപ്പ് 1 ഡയബറ്റീസിലെ ട്രയലാണ്. ഈ രണ്ട് ട്രയലുകളും പറയുന്നത് നമ്മുടെ HbA1c ടാർഗറ്റ് ഒരു നോർമൽ ഇൻഡിവിജ്വലിനെ സംബന്ധിച്ചിടത്തോളം 7ന്റെ താഴേക്ക് കൊണ്ടുവരണം, 7ന്റെ താഴേക്ക് എത്തിക്കണം. കാരണം 7ന്റെ മുകളിലേക്ക് പോകുമ്പോൾ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ്, അതായത് ഡയബറ്റീസിന്റെ മൈക്രോവാസ്കുലർ കോംപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത് ഡയബറ്റിക് റെറ്റിനോപ്പതി, ഡയബറ്റിക് നെഫ്രോപ്പതി, കണ്ണിനെ ബാധിക്കുക, കിഡ്നീനെ ബാധിക്കുക, പിന്നെ ഞരമ്പുകളെ ഡയബറ്റിക് ന്യൂറോപ്പതി, ഇതൊക്കെ കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് എല്ലാ പഠനങ്ങളും പറയുന്നത്. ദാറ്റ്സ് വൈ വി ആർ ടാർഗറ്റിംഗ് അറ്റ് 7. അപ്പോൾ പേഷ്യൻസ് എപ്പോഴും ചോദിക്കാറുണ്ട്, സം ഓഫ് ദ പേഷ്യൻസ് ആർ ഹാപ്പി അറ്റ് an HbA1c of 7.5. സോ യു ഷുഡ് കൗൺസിൽ ദം വൈ വി ആർ ട്രീറ്റിംഗ് ദം. അപ്പോൾ അവരിങ്ങനെ പറയും 7.5 ആണെങ്കിൽ ഇത് കഴിക്കണോ ഡോക്ടറെ? സോ എവറി ഡേ ഐ എം ഗെറ്റിംഗ് ഇറിറ്റേറ്റഡ് വിത്ത് ദ സെയിം ക്വസ്റ്റ്യൻ. പേഷ്യൻസ് ഒന്നും 7.5 ആണ് കഴിക്കണോ? ഇത് കഴിച്ചു തുടങ്ങിയ ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും. ഒബ്വിയസ്ലി ജീവിതകാലം മുഴുവൻ കഴിക്കേണ്ടി വരും അധികം ആൾക്കാരും. അല്ലാതെ ഷുഗർ മൊത്തമായിട്ട് മാറ്റി കൊടുക്കുക എന്നുള്ളത് പോസിബിൾ അല്ല. അൺലെസ് ദേ ലൂസ് എ ലോട്ട് ഓഫ് വെയിറ്റ്, unless they do a lot of aerobic training, resistance training, and they cut down their calories and they lose a lot of weight, നമുക്ക് തീർച്ചയായിട്ടും മുന്നോട്ട് കഴിക്കേണ്ടത്. ആ കാര്യം അവരെ കൃത്യമായിട്ട് പറഞ്ഞ് കൺവിൻസ് ചെയ്ത് ഏൽപ്പിക്കണം. പലപ്പോഴും അങ്ങനെ പറയുന്നവരുടെയും പേഷ്യൻസ് നമ്മളുടെ അടുത്ത് നിന്ന് പോകാറുണ്ട് എന്നുള്ളതാണ്
പ്രാക്ടിക്കലി ഫേസ് ചെയ്യുന്ന ഒരു ഡിഫിക്കൽട്ടി. അപ്പോഴാണ് അവർ ഹോമിയോ അല്ലെങ്കിൽ മറ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള മെഡിസിനിൽ, മോഡേൺ മെഡിസിനിൽ അങ്ങോട്ട് പോകാനുള്ള ഒരു സാധ്യതയുള്ളത്. പിന്നെ ആർക്കൊക്കെ സ്ക്രീൻ ചെയ്യണം എന്നുള്ളതാണ്. ഇപ്പോൾ ADA റെക്കമെൻഡ് ചെയ്യുന്നത് പണ്ട് 45 years ആയിരുന്നു. അപ്പോൾ ജനറൽ സ്ക്രീനിങ് ആയിരുന്നു. ഇപ്പം നിങ്ങളുടെ OP ഓരോരുത്തർ വരുന്നുണ്ട്. അപ്പോൾ സം മേ ബി കമ്മിങ് ടു യുവർ OPD വിത്ത് ഹൈപ്പർ ടെൻഷൻ, സം മേ ബി കമ്മിങ് ടു യുവർ OPD വിത്ത് ഡിസ്ലൈപ്പിഡീമിയ. You will have to screen all individuals at the age of above 35. 35 മുകളിലുള്ള എല്ലാ ആളുകൾക്കും HbA1c വിടണം. അത് 3 വർഷ ഫ്രീക്വൻസിയിൽ, 3 വർഷത്തിലേക്ക് അവരോട് HbA1c ചെയ്യണം എന്ന് പറയണം. BMI 25 മുകളിലാണെങ്കിൽ നമ്മൾ ചെയ്ത് നോക്കണം എന്ന് പറയും. 25 മുകളിൽ BMI എന്ന് പറഞ്ഞാൽ ഇന്ത്യൻസിന് ഈസിയാണ്. എത്രയോ പേര് 25 മുകളിൽ BMI ഉണ്ടാവും. പിന്നെ ഈ റിസ്ക് ഫാക്ടേഴ്സ് ഒക്കെ ഉള്ളവർ, ഇപ്പോൾ ഫിസിക്കൽ ഇനാക്ടിവിറ്റി ഉള്ളവർ, സർട്ടൻ എത്തനിക് പോപ്പുലേഷൻസ്, അങ്ങനെയുള്ളവർക്ക്, ഹിസ്റ്ററി ഓഫ് GDM ഉള്ളവർക്ക്, ഇവരൊക്കെ നമ്മൾ ഹിസ്റ്ററി ഓഫ് കാർഡിയോവാസ്കുലർ ഡിസീസ് ഉള്ളവർക്കൊക്കെ ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസ് സ്ക്രീൻ ചെയ്യണം എന്നുള്ളതാണ്. അപ്പം ടൈപ്പ് 1 ഡയബറ്റീസിന്റെ പത്തോജനസിസ് ഫുൾ ആയിട്ട് ആളുകൾക്ക് അറിയില്ല. അതൊരു ഓട്ടോഇമ്യൂൺ ഡിസീസ് ആണ്, വല്ല വൈറൽ ഇൻഫെക്ഷൻ ഒക്കെ ട്രിഗർ ചെയ്യാം. അപ്പം ഇമ്മ്യൂൺ റെസ്പോൺസ് അഗെയിൻസ്റ്റ് ബീറ്റാ സെൽസ് എന്ന് പറയുന്നത് സെല്ലുലാർ റെസ്പോൺസ് ആണ്. അതാണ് ഞാൻ ഒന്ന് ഹൈലൈറ്റ് ചെയ്യുന്നത്. നമ്മൾ ആന്റിഗാഡ് ആന്റിബോഡി എന്ന് പറയുന്നത് അതിന്റെ ഒരു പ്രതിഫലനം മാത്രമാണ്, അതല്ല അറ്റാക്ക് ചെയ്യുന്നത്. അത് ഇമ്മ്യൂണോജനിക് അല്ല എന്ന് പറഞ്ഞാൽ അതല്ല അറ്റാക്ക് ചെയ്യുന്നത്. അറ്റാക്ക് ചെയ്യുന്നത് സെല്ലാണ്. ആന്റിബോഡി മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ അല്ല, സെല്ലുലാർ മീഡിയേറ്റഡ് ഡിസ്ട്രക്ഷൻ ഓഫ് പാൻക്രിയാസ് ആണ് നടക്കുന്നത്. നമുക്കൊരു സ്റ്റേജ് 1, സ്റ്റേജ് 2, സ്റ്റേജ് 3 ഉണ്ട്. അപ്പൊ സ്റ്റേജ് 3ലേക്കൊക്കെ എത്തുമ്പോഴേക്ക് ഒവേർട്ട് ഡയബറ്റീസ് ആയിട്ട് ടൈപ്പ് 1 ഡയബറ്റീസ് മാറും. സ്റ്റേജ് 3ലെ ടൈപ്പ് 1 ഡയബറ്റീസ് മാനിഫെസ്റ്റ് ചെയ്യുള്ളൂ. സ്റ്റേജ് 3ലാണ് നമുക്ക് സിവിയർ ഓസ്മോട്ടിക് സിംറ്റംസും ഷുഗർ വളരെ കൂടി 400 ആയിട്ട് കുട്ടികൾ നമ്മളുടെ അടുത്തേക്ക് വരിക. പലപ്പോഴും DKയിലാണ്. അപ്പൊ ടൈപ്പ് 1 ഡയബറ്റീസിന്റെ ഇനീഷ്യൽ പ്രസന്റേഷൻ 33% പേരിൽ DK ആണ്, ഡയബറ്റിക് കീറ്റോസിഡോസ് ആണ്. ഇതൊക്കെ അതിന്റെ ഐഡന്റിക്കൽ ടീംസിൽ ഇത്ര ഉണ്ട്, ക്രോമസോം അസോസിയേഷൻസ് ഉണ്ട്. ഇതൊന്നും പ്രാക്ടിക്കലി നമുക്ക് വലിയൊരു യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളല്ല. അപ്പം ഞാൻ പറയുന്നത് എപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് ഒന്നും ഡയഗ്നോസ് മിസ് ചെയ്യാൻ പാടില്ല. അപ്പോൾ എപ്പോഴെങ്കിലും ടൈപ്പ് 1 ഡിലേഡ് ആയിട്ടൊക്കെ പ്രസന്റ് ചെയ്യുക, ചിലപ്പോൾ 20 വയസ്സിലൊക്കെ പ്രസന്റ് ചെയ്ത കേസുകളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളത് നമ്മളിപ്പം ഇഫ് യു ആർ ഒരു ന്യൂ ഓൺസെറ്റ് ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, മെറ്റ്ഫോമിൻ ബേസ്ഡ് ആയിട്ടുള്ള ഒരു തെറാപ്പിയിൽ നല്ലോണം റെസ്പോണ്ട് ചെയ്യേണ്ടതാണ്. ഒട്ടും റെസ്പോണ്ട് ചെയ്യുന്നില്ല, ഇൻസുലിൻ ആദ്യം മുതലേ വലിയ ഡോസിൽ വേണ്ടി വരുന്നു, 3-4 തവണ വേണ്ടി വരുന്നു, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ യു ഷുഡ് ഡെഫിനറ്റ്ലി തിങ്ക് അബൌട്ട് ടൈപ്പ് 1 ഡയബറ്റീസ്. So, pathophysiology, I am not explaining too much. You should understand that it is of autoimmune origin. Nobody knows what the exact cause is. And ഈ ഓട്ടോഇമ്യൂൺ ട്രിഗർ മൂലം, സെല്ലുലാർ ഇമ്മ്യൂണിറ്റി മൂലം നമ്മൾ പാങ്ക്രിയാസ് അങ്ങ് നശിച്ചു പോവാണ്. പാങ്ക്രിയാസിൽ എൻഡോക്രൈൻ പാങ്ക്രിയാസ് മാത്രമേ നശിക്കുന്നുള്ളൂ, എക്സോക്രൈൻ പാങ്ക്രിയാസ് നശിക്കുന്നില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗ്ലൂക്കോൺ പ്രൊഡ്യൂസിങ് സെൽസും ബീറ്റാ സെൽസും ഒക്കെ നശിച്ചു പോകും, എല്ലാ സെൽസും നശിച്ചു. ഇത് എൻവയോൺമെന്റൽ ട്രിഗേഴ്സ് ഒക്കെയാണ്. വൈറസിന്റെ ഇൻഫെക്ഷൻ ആവാം, ഇതൊന്നും ഫുൾ പ്രൂഫ് ഇല്ല. ബൊവൈൻ മിൽക്ക് ആവാം, വൈറ്റമിൻ ഡി കുറഞ്ഞതുകൊണ്ടാവാം, എൻവയോൺമെന്റൽ ടോക്സിൻസ് ആവാം. ഇത് നമ്മളെ ഓട്ടോഇമ്യൂൺ, ഇപ്പൊ ഹാഷിമോട്ടോ തൈറോയിഡിറ്റീസ് ഒക്കെ പോലെയാണ്. അതിന്റെ പൂർണ്ണമായിട്ടുള്ള കാരണം എന്താണെന്ന് നമുക്കറിയില്ല, അത് ആർക്കാ വരാൻ പോകുന്നതെന്ന് നമുക്കറിയില്ല. അതുപോലെ തന്നെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഒരുപാട് പ്രെഡിക്റ്റ് ചെയ്യാൻ സാധിക്കില്ല, അൺഎക്സ്പെക്ടഡ് ആയിട്ട് പലർക്കും വരും. അപ്പൊ അതിന് ഇമ്മ്യൂണോ മോഡുലേറ്ററി തെറാപ്പീസ് ഉണ്ട്. പ്രിവെന്റ് ചെയ്യാൻ ടെപ്ലിസിമാബ് എന്ന് പറഞ്ഞൊരു മോളിക്യൂൾ ഉണ്ട്, anti-CD3 ആന്റിബോഡി. You can just remember this name if you are actually attempting NEET PG exams. So probably they can ask this. അല്ലാതെ ഇതിലൊന്നും ഇതായിട്ടില്ല. മോസ്റ്റ് കോമൺ ആന്റിബോഡി എന്ന് പറയുന്നത് ആന്റിഗാഡ് ആണ്. ആന്റിഗാഡ് ആന്റിബോഡിയാണ് മോസ്റ്റ് കോമൺലി പോസിറ്റീവ് ആവുക, അത് നമ്മൾ നോക്കും. ടൈപ്പ് 2 ഡയബറ്റീസിൽ ജനറ്റിക് തിങ്സ് ആർ മച്ച് മോർ സ്ട്രോങ്കർ. കൺകോർഡൻസ് ഉണ്ട്. 2 പാരന്റ്സിന് പോസിറ്റീവ് ആണ്. 40 to 50% ആളുകൾക്ക് നമ്മൾ ഡയബറ്റീസ്, അച്ഛനും അമ്മയ്ക്കും നമ്മൾ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ 40-50% നിങ്ങൾക്ക് ലൈഫ് ടൈം റിസ്ക് ഉണ്ട്. അത് ഡിലേ ചെയ്യാൻ സാധിക്കും അധികം കഴിക്കാതെയൊക്കെ നിന്ന് പോയാൽ. അതാണ്. സോ മോളിക്യുലർ മെക്കാനിസംസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ഫോസ്ഫോറിലേഷൻ ഓഫ് തൈറോസിൻ റെസിഡ്യൂസ് ഓഫ് IRS ഒക്കെയാണ് അതിന്റെ ഇൻസുലിൻ റെസിസ്റ്റൻസിനെ കാരണമായി വരുന്നത്. അപ്പോൾ മോളിക്യുലർ മെക്കാനിസം മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൺജനൈറ്റലി വരാം, ജനറ്റിക്കലി വരാം, അക്വയർഡ് ആയിട്ടും വരാം. അപ്പൊ നിങ്ങൾ ഒബീസ് ആവുന്നതനുസരിച്ച് നിങ്ങൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂടും, കൂടുതൽ തടി കൂടുന്നതനുസരിച്ച്. അത് മാത്രമാണ് നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. അപ്പൊ ആളുകളുടെ ഇൻസുലിൻ റെസിസ്റ്റൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് അവർക്ക് കൊടുക്കാവുന്ന ഉദ്ദേശം എന്ന് വെച്ചാൽ ഡെയിലി എക്സസൈസ് ചെയ്യുക, കാലറീസ് കട്ട് ഡൗൺ ചെയ്യുക എന്നുള്ളത് മാത്രമാണ്. അപ്പൊ ഇൻസുലിൻ റെസിസ്റ്റൻസ് പല രീതിയിൽ ഉണ്ടാക്കാം. ഇൻസുലിൻ റെസിസ്റ്റൻസ് എല്ലാ ലെവലിലും, ഇപ്പൊ അഡിപ്പോസ് ടിഷ്യൂ ലെവലിൽ ഉണ്ടാവാം. അതുകൊണ്ട് ഫാറ്റ് ഒന്നും ക്ലിയർ ആയിട്ട് അഡിപ്പോസ് ടിഷ്യൂ ആയിട്ട് അബ്സോർവ് ചെയ്യപ്പെടില്ല, അത് പുറത്തേക്ക് വരും. ഈ ഫാറ്റ് നമ്മൾ ലിവറിലൊക്കെ പോയി അബ്സോർവ് ചെയ്തിട്ട് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലം പ്രോബ്ലി ഫാറ്റ് ലിവർ ഡെവലപ്പ് ചെയ്യാം, മസിൽ വേസ്റ്റിംഗ് ഡെവലപ്പ് ചെയ്യാം. അങ്ങനെ പ്രോപ്പർ യൂട്ടിലൈസേഷൻ നടക്കാതെ ഡിസ്ഗ്ലൈസീമിയും ഹൈപ്പോഗ്ലൈസീമിയും വരും. സോ ഒബിസിറ്റിയും ഇൻസുലിൻ റെസിസ്റ്റൻസും പരസ്പരം കോൺട്രിബ്യൂട്ടറി ആണ്, മ്യൂച്വലി കോൺട്രിബ്യൂട്ടറി ആയിട്ടുള്ള സാധനങ്ങളാണ്.
അപ്പം ഒബസിറ്റി ഇൻസുലിൻ റെസിസ്റ്റൻസിനെ അപ്രഗുലേറ്റ് ചെയ്യും, ഇൻസുലിൻ റെസിസ്റ്റൻസ് വീണ്ടും ആളുകളെ ഒബീസാക്കി മാറ്റും. ആ ഒരു ചെയിൻ റിയാക്ഷൻ പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പം ഇമ്പയർഡ് ഇൻസുലിൻ സെക്രീഷൻ ഈസ് ഓൾസോ സീൻ. അപ്പം അതാണ് എപ്പോഴും നമ്മൾ പേഷ്യൻസിനോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. പേഷ്യൻസ് എപ്പോഴും ചിന്തിക്കുന്ന ഒരു കാര്യമുണ്ട്. അത് ഈവൻ ഇൻ ഹഷിമോട്ടോ തൈറോയിഡൈറ്റിസിൽ അങ്ങനെ തന്നെയാണ്. ഇതേ ഡോസിൽ നമുക്ക് പോകാൻ കഴിയുമോ എന്നുള്ളത്. അങ്ങനെയല്ല, ടൈപ്പ് 1 ഡയബറ്റീസ്, ടൈപ്പ് 2 ഡയബറ്റീസിൽ നമ്മൾ മുന്നോട്ട് പോകുന്നതനുസരിച്ച് ബീറ്റാ സെൽ ഡിസ്ഫങ്ഷൻ വരാം. ഇനീഷ്യലി type 2 diabetes starts with insulin resistance, and later on the patient develops impaired insulin secretion. So beta cell failure ന്റെ ഒരു ഘട്ടം വരും. ആ ഘട്ടത്തിലേക്ക് വരുമ്പോൾ നമുക്ക് പ്രോബ്ലി ഷുഗർ കൺട്രോൾ ആവാതെ വരും, പലരും ഇൻസുലിനിലേക്കൊക്കെ ചേഞ്ച് ചെയ്യേണ്ടി വരും. അപ്പൊ എപ്പോഴും മനസ്സിലാക്കുക, ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഇനീഷ്യൽ ട്രീറ്റ്മെന്റ് ഇസ് ഗോയിങ് ടു ബി OHA. സോ ഞാൻ എപ്പോഴും കാണാവുന്ന ഒരു വളരെ സങ്കടകരമായിട്ടുള്ള പ്രിസ്ക്രിപ്ഷൻ ഉണ്ട്. പല ആളുകൾക്ക് ഇൻസുലിൻ ആണ് നല്ലതെന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടത്തിയിട്ട് ഇൻസുലിൻ മാത്രം എഴുതി കൊടുത്ത്, നിങ്ങൾ ഒരിക്കലും മെറ്റ്ഫോമിൻ ബേസ് ഇല്ലാതെ ടൈപ്പ് 1 ഡയബറ്റീസിന് ടൈപ്പ് 2 ഡയബറ്റീസിന് മരുന്ന് എഴുതരുത്. ഇപ്പോൾ മെറ്റ്ഫോമിനും സൾഫോൺ യൂറിയാസും ആണ് പ്രാക്ടിക്കലി ഷുഗർ ലെവൽ മാക്സിമം കുറച്ച് കൊണ്ടുവരാൻ പോകുന്ന മെഡിസിൻസ്. നമ്മുടെ മറ്റു ഫാൻസി മെഡിസിൻസ്, ടാഗ്ലിറ്റിൻ, അപ്പോളിഫോസിൻ, ഇതൊന്നും HbA1c അധികം വർക്കില്ല. അപ്പൊ അതിന്റെ കൂടെ ഇൻസുലിന്റെ മരുന്ന് കൂടി ചേർത്താൽ, ഇൻസുലിൻ കൂടി ചേർത്താൽ മാത്രമേ നമുക്ക് വേണ്ടത്ര ഒരു റിഡക്ഷൻ കിട്ടുകയുള്ളൂ. അപ്പം ഒരിക്കലും അൺലെസ് ഇറ്റ് ഇസ് ഇൻഡിക്കേറ്റ്, ഇപ്പൊ ചില ആളുകൾക്ക് CKD ഉണ്ടാവാം. CKD ഇപ്പം സ്റ്റേജ് 5 CKD ഒക്കെ ആയിട്ട് വേറെ മരുന്നുകളൊന്നും കൊടുക്കാൻ പറ്റില്ല, അപ്പൊ നിങ്ങൾക്ക് ഇൻസുലിൻ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. അങ്ങനെയുള്ള പേഷ്യൻസ് അല്ലാതെ ഇതൊക്കെ കൊടുക്കാം, ഇൻസുലിന്റെ കൂടെ OHA കൊടുക്കാൻ പറ്റുന്ന പേഷ്യൻസിന് ഒട്ടും OHA ഇല്ലാതെ ഇൻസുലിൻ മാത്രമായിട്ട് എഴുതി വെക്കരുത്. അപ്പൊ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ പത്തോളജി എന്ന് പറയുന്നത് എന്താണ്? ഇൻസുലിൻ റെസിസ്റ്റൻസ് ആണ്, ഇൻസുലിൻ പ്രതിരോധമാണ്. അപ്പം അതിന് നമ്മൾ ഇൻസുലിൻ തന്നെ കൂടുതൽ കൊടുത്തിട്ട് എന്താണ് കാര്യം? ആ പ്രതിരോധം കൂട്ടുകയുള്ളൂ. പിന്നെ ഇൻസുലിൻ ഒരു ആനബോളിക് ഹോർമോണാണ്, അത് നിങ്ങളുടെ വെയിറ്റ് കൂട്ടുന്ന ഹോർമോണാണ്. അപ്പോൾ വെയിറ്റ് കൂടിയിട്ട് ഒരുപാട് ഇൻസുലിൻ കൊടുക്കുമ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് കൂട്ടാനുള്ളത്. ടൈപ്പ് 2 ഡയബറ്റീസിന് നിങ്ങൾ OHA ഇല്ലാതെ ഇൻസുലിൻ മാത്രം കൊടുത്തു കഴിഞ്ഞാൽ ഇവൻച്വലി ദ പേഷ്യന്റ് മെ നോട്ട് ഗെറ്റ് കൺട്രോൾ, ദ ഷുഗർ ലെവൽ മെ നോട്ട് ഗെറ്റ് കൺട്രോൾഡ് ഓൺ ഇൻസുലിൻ എലോൺ. അതിങ്ങനെ കൂടിക്കൊണ്ടിരിക്കുക HbA1c. അങ്ങനെ ഒരുപാട് പേഷ്യനെ കണ്ടത് 100ന് മുകളിലൊക്കെ, 100 യൂണിറ്റിന് മുകളിൽ 120 യൂണിറ്റ് ഒക്കെ ഇൻസുലിൻ എടുത്ത് ഒട്ടും ഷുഗർ കൺട്രോൾ ഇല്ല, അങ്ങനത്തെ പേഷ്യൻസ് ഉണ്ടാവും. അതൊന്നും വരാൻ പാടില്ല, അങ്ങനത്തെ പ്രിസ്ക്രിപ്ഷൻസ് ഒക്കെ പരമാവധി ഒഴിവാക്കും. പിന്നെ ഇപ്പം ന്യൂവർ ഇപ്പൊ ADA പറയുന്നത് നമ്മൾ ഗ്ലൂക്കോസെൻട്രിക് മാനേജ്മെന്റ് അല്ല. മെറ്റ്ഫോമിൻ ഇസ് നോ ലോങ്ങർ ദ ഫസ്റ്റ് ലൈൻ തെറാപ്പി ഫോർ ടൈപ്പ് 2 ഡയബറ്റീസ് ഇഫ് യുവർ പേഷ്യന്റ് ഇസ് ഹാവിംഗ് ഹയർ CAD റിസ്ക്, CV റിസ്ക്. അപ്പം കാർഡിയോവാസ്കുലർ റിസ്ക് കൂടുതലാണ്, റീനൽ റിസ്ക് കൂടുതലാണ്, റീനൽ ഫെയിലിയർ ആദ്യം കാണിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ യു കൻ പ്രോബ്ലി ചൂസ് SGLT ലൈക്ക് ഗ്ലിഫോസിൻസ്, അല്ലെങ്കിൽ GLP-1 അനലോഗ്സ്, ലിറാഗ്ലോട്ടൈഡും അങ്ങനത്തെ മരുന്നുകൾ, അല്ലെങ്കിൽ ഗ്ലിഫോസിൻസ്, SGLT2 ഇൻഹിബിറ്റേഴ്സ് ഒക്കെ ഫസ്റ്റ് ലൈൻ ആയിട്ട് തന്നെ തുടങ്ങാവുന്നതാണ് ഇപ്പോഴത്തെ ഗൈഡ് ലൈൻസ്. അതായത് അത് 2023 2024 മുതൽ വന്ന മാറ്റാണ്, ADAന്റെ ഇതിൽ വന്ന മാറ്റാണ്. അപ്പം ADAന്റെ എൻ്റെ ഗൈഡ് ലൈൻസിന്റെ പുതിയ ചേഞ്ചസിനെ പറ്റി നമ്മൾ വേറൊരു സെഷൻ പൂർണ്ണമായിട്ട് എടുക്കും. ഇപ്പം ന്യൂവർ ഗൈഡ് ലൈൻസ് എന്താണ്, എന്താ കൊടുക്കേണ്ടത്. അപ്പോൾ ഡയബറ്റിക് ഡിസ്ലൈപ്പിഡീമിയ, ഡയബറ്റീസ് ഇസ് ആക്ച്വലി അസോസിയേറ്റഡ് വിത്ത് ഡിസ്ലൈപ്പിഡീമിയ. സോ വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക് ഫൈൻഡിങ്സ്? മോസ്റ്റ് കോമൺ ഫൈൻഡിങ് ഇസ് ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ്. ദാറ്റ് ഇസ് ഓൾസോ എൻട്രൻസ് ക്വസ്റ്റ്യൻ ആണ്. ഇൻക്രീസ്ഡ് ട്രൈഗ്ലിസറൈഡ് കാണാം, HDL കുറവായിരിക്കാം, അത് കഴിഞ്ഞിട്ടാണ് സ്മോൾ LDL അല്ലെ LDL കുറച്ച് കൂടുതലായിരിക്കാം. LDLന്റെ കട്ട് ഓഫ് ഡിഫറെന്റ് ആണ്. ഇപ്പൊ ഒരു ടൈപ്പ് 2 ഡയബറ്റീസ് ആണ്, മോർ ദാൻ 40 ഇയേഴ്സ് ആണ് ഏജ് എങ്കിൽ LDL 70ന് താഴെ ആയിരിക്കണം, 70ക്ക് താഴെ ആയിരിക്കണം. ദാറ്റ്സ് വൈ ഇവൻച്വലി ഓൾമോസ്റ്റ് ഓൾ ദ പേഷ്യൻസ് യു വിൽ ഹാവ് ടു സ്റ്റാർട്ട് സം സ്റ്റാറ്റിൻ, ഒരു മോഡറേറ്റ് ഇന്റൻസിറ്റി സ്റ്റാറ്റിൻ, റോസുവാസ്റ്റാറ്റിൻ 5 to 10 അല്ലെങ്കിൽ അറ്റോവാസ്റ്റാറ്റിൻ 10 to 20 ഒക്കെ ആയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യേണ്ടി വരുന്നത് എല്ലാ ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിന് 40ന് മുകളിലേക്ക് വരുമ്പോൾ. അപ്പൊ അത് എന്നാലും നമ്മളെ പ്രിസ്ക്രിപ്ഷൻ പൂർണ്ണമാവുകയല്ലോ. അപ്പൊ പ്രിവെൻഷൻ എങ്ങനെ ടൈപ്പ് 2 ഡയബറ്റീസ് പ്രിവെന്റ് ചെയ്യാന്നുള്ളതിനെ പറ്റി ഒരു ട്രയൽ നടന്നത്. അതായത് പ്രീ ഡയബറ്റിക് പേഷ്യൻസിൽ DPP ട്രയൽ എന്ന് പറയുന്നത് വളരെ ഫേമസ് ആയിട്ടുള്ള ട്രയൽ, ഡയബറ്റീസ് പ്രിവെൻഷൻ പ്രോഗ്രാം. അപ്പൊ ഈ ട്രയൽ കണ്ടുപിടിച്ചതെന്ന് വെച്ചാൽ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, അതായത് ഫ്രം പ്രീ ഡയബറ്റീസ് ടു ഡയബറ്റീസ് എങ്ങനെ പ്രിവെന്റ് ചെയ്യാം. അപ്പൊ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ ഇസ് മച്ച് മോർ ഇഫക്റ്റീവ് ദാൻ മെറ്റ്ഫോമിൻ, അതാണ് അവർ കണ്ടുപിടിച്ചത്. അപ്പം ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ അവർ കൊടുത്തത് 30 മിനിറ്റ് വീതം 5 തവണ നമ്മൾ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസ്, പിന്നെ കാലറി കുറയ്ക്കുക. അതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ 58% റിസ്ക് കുറയും ഡെവലപ്മെന്റ് ഓഫ് ഡയബറ്റീസ്. മെറ്റ്ഫോമിൻ 31% മാത്രമേ കുറച്ചിട്ടുള്ളൂ. അപ്പോൾ പ്രിവെൻഷൻ ഓഫ് പ്രീ ഡയബറ്റിക് ഇൻഡിവിജ്വൽസിന് പലപ്പോഴും ഇഫ് ദി BMI ഇസ് മോർ ദാൻ 35, 30ന് മുകളിൽ BMI ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെറ്റ്ഫോമിൻ കൊടുക്കാൻ പറ്റും. അതായത് ഡയബറ്റിക് ആവണമെന്ന് പോലും ഇല്ല. പയോഗ്ലിറ്റസോണിനും അങ്ങനത്തെ ഒരു എഫക്റ്റ് ഉണ്ട്. ഒരു ട്രയല് പയോഗ്ലിറ്റസോണിന് അങ്ങനെ കാണിച്ചു. ഈ 2 ഡ്രഗുകൾ മാത്രമേ നമ്മൾ പ്രീ ഡയബറ്റിക് പേഷ്യൻസിന് കൊടുക്കാനായിട്ട് പറ്റുകയുള്ളൂ. ഇനി മോഡി എന്ന് പറഞ്ഞു, മെച്ചൂരിറ്റി ഓൺസെറ്റ് ഡയബറ്റീസ് ഓഫ് യങ്. അപ്പം എങ്ങനെ തിരിച്ചറിയുന്നുള്ളതാണ്. ഇപ്പൊ ഡയബറ്റിക് പേഷ്യന്റ് വരുന്നു, യങ് ആയിട്ടുള്ള ആള്, 25 വയസ്സ് ആള് താഴെയുള്ള ആള്, നോൺ ഒബീസ് ആണ്,
വളരെ സിവിയർ ഇൻസുലിൻ ഡിസ്ഗ്ലൈസീമിയ ഒന്നുമില്ല. നോൺ ഒബീസ എന്ന് പറയുന്നതോടെ അത് ഇറ്റ്സ് അഗെയിൻസ്റ്റ് ടൈപ്പ് 2 ഡയബറ്റീസ്. ഡയബറ്റീസ് ഇൻ 2 or 3 more ജനറേഷൻസ്, എല്ലാ ജനറേഷനിലും വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഇസ് ടൈപ്പ് 1ന്റെ സാധ്യത വീണ്ടും കുറയുന്നു. പക്ഷെ ഏജ് ടൈപ്പ് 1ന്റെ ഒക്കെ ഏജ് ഗ്രൂപ്പാണ്. ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആബ്സല്യൂട്ട് ഇൻസുലിൻ ഡെഫിഷ്യൻസി ഒരിക്കലും ഇല്ല. വെരി ലോ ഇൻസുലിൻ റിക്വയർമെന്റ്, ഇൻസുലിൻ വളരെ കുറച്ച് ആവശ്യം കൊടുക്കാം. അതിൽ ആന്റിബോഡി ഒന്നുമില്ല. സോ ഇത്തരം കേസ് ഇപ്പൊ മോഡി വേഴ്സസ് ടൈപ്പ് 1 ഇങ്ങനെയൊക്കെ സംശയിക്കുന്ന സമയത്താണ് നമ്മൾ ആന്റിഗൈഡ് ഒക്കെ വിടുക. അപ്പൊ ടാട്രസാൾ ആൻഡ് ഫജാൻസ് ആണ് ഒരു ഓൾഡർ ക്രൈറ്റീരിയ ടു മേക്ക് ദ ഡയഗ്നോസ് ഓഫ് മോഡി. ഏജ് ഷുഡ് ബി ലെസ് ദാൻ 25. Control of fasting hyperglycemia without insulin for a minimum 5 years. So fasting hyperglycemia ഒന്നും ഇൻസുലിൻ ആണ് തന്നെ കൺട്രോൾഡ് ആവും, അത്രത്തോളം വലിയ ഡിസ്ഗ്ലൈസീമിയ ഇല്ല. ആബ്സെൻസ് ഓഫ് കീറ്റോസിസ്, സോ പാൻക്രിയാറ്റിക് സെക്രീഷൻ ഓക്കെയാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ബീറ്റാ സെൽ സെക്രീറ്ററി ഡിഫക്റ്റ് തന്നെയാണ് മോഡി ഉണ്ടാക്കുന്നത്. പക്ഷെ അത് ആബ്സല്യൂട്ട് ഇൻസഫിഷ്യൻസി അല്ല. ഇപ്പൊ ടൈപ്പ് 1 ആബ്സല്യൂട്ട് ഇൻസഫിഷ്യൻസി, ഇൻസുലിൻ ഇല്ല, അപ്പോൾ അത് കീറ്റോസിഡോസിസ് ഉണ്ടാക്കും. ഇവിടെ ആബ്സല്യൂട്ട് ഇൻസഫിഷ്യൻസി ഇല്ല, കുറച്ച് ഇൻസുലിൻ ഒക്കെ സെക്രീറ്റർ ആണ്. അതുകൊണ്ട് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒരിക്കലും ഉണ്ടാവില്ല. അപ്പം ഡയബറ്റിക് കീറ്റോസിഡോസിന്റെ ഹിസ്റ്ററി ഒരു പേഷ്യന്റ് ഹിസ്റ്ററിയിൽ വന്നാൽ ദാറ്റ് ഇസ് ഗോയിങ് ടു ബി ടൈപ്പ് 1 ക്ലിനിക്കലി. അപ്പം ബിയോണ്ട് ഡൗട്ട് ഇറ്റ് ഇസ് ടൈപ്പ് 1. നമുക്ക് ഇൻസുലിൻ കൊടുക്കുന്നതിന്റെ ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡ് ചെയ്ത് നോക്കാം, അത് കുറവാണോ നോക്കാം. എപ്പോഴും മനസ്സിലാക്കേണ്ടത് എക്സോജീനസ് ഇൻസുലിൻ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാൽ ഏത് ഡയബറ്റീസിലാണെങ്കിലും ഇൻസുലിൻ സി പെപ്റ്റൈഡ് കുറയും. സി പെപ്റ്റൈഡ് ഇസ് സംതിങ് വിച്ച് ഇസ് കോ-സെക്രീറ്റഡ് വിത്ത് എൻഡോജീനസ് ഇൻസുലിൻ ഫ്രം ദ ബീറ്റാ സെൽ ഓഫ് പാൻക്രിയാസ്. അല്ല, പാൻക്രിയാസിന്റെ ബീറ്റാ സെൽസ് ഇൻസുലിനോടൊപ്പം തന്നെ വരുന്ന ഒരു സാധനമാണ് സി പെപ്റ്റൈഡ്. നമ്മൾ എക്സോജീനസ്ലി പുറത്തുനിന്ന് ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാൽ എൻഡോജീനസ്ലിയുള്ള ഇൻസുലിന്റെ പ്രൊഡക്ഷനും, അതായത് നമ്മുടെ പാൻക്രിയാസ് എന്നുള്ള ഇൻസുലിന്റെ പ്രൊഡക്ഷനും സി പെപ്റ്റൈഡിന്റെ പ്രൊഡക്ഷനും താനെ കുറയും. അപ്പൊ ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡ് നിങ്ങൾ ഒരു പേഷ്യന്റ് ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ എന്ന് അറിയാൻ ഉദ്ദേശിക്കുന്നുണ്ട്, ഫാസ്റ്റിംഗ് ഇൻസുലിനും ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡും ഒക്കെ നോക്കുമ്പോൾ ആ പേഷ്യന്റ് ഒരിക്കലും ഇത് എടുക്കാൻ പാടില്ല. എന്തെടുക്കാൻ പാടില്ല? എക്സോജീനസ്ലി പുറത്തുനിന്നുള്ള ഇൻസുലിൻ എടുക്കരുത്, അതിന് മുന്നേ നോക്കണം. അഡ്മിറ്റ് ആകുമ്പോൾ തന്നെ എടുത്ത് നോക്കണം, എന്നാലേ ഒക്കെ കഴിയുള്ളൂ. പിന്നെ ഓട്ടോസോമൽ ഡോമിനന്റ് ഇൻഹെറിറ്റൻസ് ആയിരിക്കും. അപ്പം സ്ട്രോങ് 3 ജനറേഷൻ ഫാമിലി ഹിസ്റ്ററി കിട്ടും. സോ ഇതിൽ മിനിമം പിക്കപ്പ് റേറ്റ് ഇസ് 50%. സോ ഇറ്റ്സ് എ വെരി സ്ട്രോങ്ങർ ക്രൈറ്റീരിയ. സോ മോഡിന്റെ കുറെ തരം മോഡിയാണ്. അപ്പം പ്രോബ്ലി മോഡി 1 and 3 എന്നൊക്കെ പറയുന്നത് സൾഫോണിലൂറിയ സെൻസിറ്റീവ് മോഡിയാണ്. GCK മ്യൂട്ടേഷൻസ് ഒക്കെ ഒത്തിരി കണ്ടുവരുന്നുണ്ട്. അത് വളരെ ക്ലിനിക്കലി മൈൽഡ് ആയിട്ടുള്ള ഡിസ്ഗ്ലൈസീമിയ ഉണ്ടാക്കും. പലർക്കും ജസ്റ്റേഷണൽ ഡയബറ്റീസ് ഒക്കെ ആയിട്ടുള്ള സ്ത്രീകളിൽ പ്രസന്റ് ചെയ്യും, അങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ മോഡിയൻ 1 and 3 HNF 3 4 and 1 മ്യൂട്ടേഷൻസ് റെസ്പെക്റ്റീവ്ലി ഉണ്ടാക്കുന്നതാണ്. ഡയബറ്റീസ് 25 ഇയേഴ്സിന് താഴേക്ക് വരും. ഇൻസുലിൻ ഡിപ്പെൻഡന്റ് ആയിട്ട് അവർക്ക് പോകാൻ പറ്റും. സൾഫോൺയൂറിയനോട് റെസ്പോണ്ട് ചെയ്യും. നമുക്കൊരു ചെറിയ ഗ്ലൂപ്പറൈഡ് എന്തെങ്കിലുമൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല റെസ്പോൺസ് ആണ്. 1 milligram ഹാഫ് ടാബ്ലറ്റ് ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നന്നായി റെസ്പോണ്ട് ചെയ്യും. 1 ടാബ്ലറ്റിലൊക്കെ അവർ ഹൈപ്പോഗ്ലൈസീമിയയിലേക്ക് പോകും. അപ്പൊ നമ്മൾ ഒരു ടാബ്ലറ്റിനോടൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും ഇൻസുലിൻ ഒന്നും ഇല്ലാതെ തന്നെ. മോഡി 2 പലപ്പോഴും ഫാസ്റ്റിംഗ് ഹൈപ്പർഗ്ലൈസീമിയ മാത്രമേ ഉണ്ടാവുള്ളൂ. ഭക്ഷണം കഴിച്ചിട്ട് ഒരുപാട് റൈസ് ഉണ്ടാവില്ല. HbA1c ഒക്കെ 7.5ന്റെ താഴെയാണ് എന്ന് പറഞ്ഞാൽ മിനിമൽ, വിച്ച് ഇസ് ആക്ച്വലി നോട്ട് എ ഫീച്ചർ ഓഫ് ടൈപ്പ് 1 ഡയബറ്റീസ്. ഇപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസ് ട്രീറ്റ് ചെയ്യുന്നവർ, നിങ്ങൾ ട്രീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാം HbA1c 7.5 താഴെ എത്തിക്കുക. ഇറ്റ്സ് എ വെരി ഡിഫിക്കൽട്ട് ടാസ്ക് ഇൻ ടൈപ്പ് 2 ഡയബറ്റീസ്, ടൈപ്പ് 1 ഡയബറ്റീസ്. സോ ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് മേ ബി പ്രസന്റ്. അതിൽ ചില ആന്റിബോഡീസ് ഉണ്ടാവില്ല. ഇതൊക്കെയാണ് മോഡി 2ന്റെ. ഇപ്പം മോഡി ഫസ്റ്റ് 3 ആണ് ഏറ്റവും മോസ്റ്റ് കോമൺ വെറൈറ്റി. പിന്നെ ലേറ്റന്റ് ഓട്ടോഇമ്യൂൺ ഡയബറ്റീസ് ഇൻ അഡൽട്സ്, ഇത് നിങ്ങൾ കൃത്യമായിട്ട് ലാഡ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇത് സ്ലോലി പ്രോഗ്രസീവ് ടൈപ്പ് 1 ഡയബറ്റീസ്. ദാറ്റ് ഇസ് ദ എക്സാക്ട് ഡെഫിനിഷൻ ഓഫ് ലാഡ. 1.5 ഡയബറ്റീസ് എന്ന് പറയും, അതായത് 1നും 2നും ഇടയിലുള്ളതാണ് ലാഡ. അതായത് വലിയ ആളുകളിൽ കാണുന്ന ഓട്ടോഇമ്യൂൺ ഡയബറ്റീസ്, അങ്ങനെ ഓർത്താൽ മതി. ടൈപ്പ് 1 ഡയബറ്റീസ് ഒരു 30 വയസ്സിന് ശേഷമൊക്കെ ഡെവലപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങനെ ഇരിക്കും. അതുപോലെ ഇരിക്കും ലാഡ. നോൺ ഒബീസ് ആയിരിക്കും, അവർക്ക് ഇൻസുലിൻ റെസിസ്റ്റൻസിന്റെ ഫീച്ചേഴ്സ് ഉണ്ടാവില്ല, അവർക്ക് കുറെ കാലം ഇൻസുലിൻ വേണ്ടി വരില്ല. പക്ഷെ ഒരു 4-5, അതാണ് വേറൊരു വ്യത്യാസം. ആദ്യത്തെ കുറെ കാലം വേണ്ടി വരില്ല, എന്നാൽ അത് കഴിഞ്ഞ് 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് അവർക്ക് 6 മാസം 8 മാസം കുറെ വർഷങ്ങളൊക്കെ കഴിയുമ്പോഴത്തേക്ക് അവർക്ക് എന്തായാലും ഇൻസുലിനിലേക്ക് പോകും. ടൈപ്പ് 1 ഡയബറ്റീസ് പോലെ പ്രോഗ്രസീവായി പാൻക്രിയാറ്റിക് ബീറ്റാ സെൽ ഫംഗ്ഷൻ നിൽക്കും. അങ്ങനെയുള്ള ഒരു വെറൈറ്റിയാണ് ലാഡ. അപ്പം ലാഡ ടൈപ്പ് 1 ടൈപ്പ് 2 ലാഡ ഉണ്ട്. നോ നീഡ് ടു ഗോ ടു ദാറ്റ്. പ്രോബ്ലി ലാഡ പേഷ്യൻസ് ആർ ലിറ്റിൽ ഡിഫിക്കൽട്ട്. ഷുഗർ കൺട്രോൾ ചെയ്യൽ കുറച്ച് ഡിഫിക്കൽട്ട് ആണ്. എനിക്ക് 2 പേഷ്യൻസ് ഇവിടെ ഉണ്ട്, കേരളത്തിലുണ്ട്. സോ ഷുഗർ കൺട്രോൾ ചെയ്യുന്നത് കുറച്ചുകൂടി ഡിഫിക്കൽട്ട് ആണ്. അവർക്ക് മറ്റേ പോലെ തന്നെയാണ്. നമ്മുടെ അൾട്ടിമേറ്റ്ലി ഇൻസുലിൻ തന്നെ 3 നേരം 4 നേരമായിട്ട് വേണ്ടി വരും. അവർക്ക് ഓട്ടോഇമ്യൂൺ പ്രൊഫൈൽ പോസിറ്റീവ് ആയിരിക്കും. ഓട്ടോ ആന്റിബോഡീസ് ഒക്കെ ആന്റിഗൈഡ് ആന്റിബോഡി ഒക്കെ പോസിറ്റീവ് ആയിരിക്കും. അങ്ങനെ എല്ലാ വ്യത്യാസങ്ങളും വരും.
അപ്പം ഇതാണ് ക്ലസ്റ്ററിംഗ് ഓഫ് ആന്റിബോഡീസ്, പ്രോബ്ലി ICA ആന്റിബോഡി, ആന്റി ഗാഡ് ആന്റിബോഡി, ആന്റി IAA ആന്റിബോഡി, ഇതൊക്കെ പലർക്കും പോസിറ്റീവായിട്ട് വരാറുണ്ട്. പക്ഷെ അവരുടെ ഡെവലപ്മെന്റ് ഓഫ് ഡയബറ്റീസ് ലേറ്റർ ആയിരിക്കും. കുറെ കാലം ഇൻസുലിൻ വേണ്ടി വരില്ല, പക്ഷെ പിന്നീട് ഇൻസുലിൻ നിർബന്ധമാവും. So, in such patients, insulin may be introduced earlier for the benefit of correcting glucotoxicity and possibly prolonging the beta cell reserve. So, there is something called glucotoxicity. അതായത് ഇപ്പൊ പേഷ്യൻസിന്റെ ഷുഗർ ലെവൽ വളരെ കൂടുതലാണെങ്കിൽ ആ ഷുഗർ തന്നെ പേഷ്യന്റെ ബീറ്റാ സെൽസിനെ ഷട്ട് ഡൗൺ ചെയ്യും. ഇതിനെയാണ് നമ്മൾ ഗ്ലൂക്കോടോക്സിറ്റി എന്ന് പറയുന്നത്. വളരെ അൺകൺട്രോൾഡ് ആയിട്ടുള്ള ഡയബറ്റിക് പേഷ്യൻസിന് ഇനീഷ്യലി ഷുഗർ കൺട്രോൾ ചെയ്യാൻ എക്സോജിനസ് ഇൻസുലിൻ, നമ്മൾ പുറത്ത് ഇൻസുലിൻ കൊടുക്കേണ്ടി വരുന്നത് ഗ്ലൂക്കോടോക്സിറ്റി മൂലം. അത് മറികടന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് ഇൻസുലിൻ ഒഴിവാക്കി അത്തരം ആളുകളെ മരുന്നുകളിലേക്ക് തിരിച്ചു കൊണ്ടുവരാനും കഴിയും. So drugs with deleterious effects on beta cell function such as sulfonylurea should be avoided. So sulfonylureasന് ബീറ്റാ സെൽ ഡിസ്ട്രക്ഷൻ ഉണ്ടെന്ന് പഴയൊരു തിയറി ഉണ്ട്. അത് പക്ഷെ ഇപ്പൊ പറയുന്നത് മോഡേൺ സൾഫോൺയൂരിയാസ് ലൈക്ക് ഗ്ലിവിപെറൈഡിനൊന്നും കാര്യമായിട്ടില്ല എന്നാണ്, ഗ്ലിഫ്ലാസൈഡിനൊന്നും ഒട്ടും തന്നെ ഇല്ല എന്നാണ് പറയുന്നത്. Then there is something called KPD, ketosis resistant diabetes of young. So this is ketosis resistant. ഇത് ഏജ് ബിഫോർ 30 years ആയിരിക്കും. ലീൻ ആയിട്ടുള്ള ആളുകളായിരിക്കും. കീറ്റോസിസ് ഉണ്ടാവില്ല ഇൻസുലിൻ എടുത്തു കഴിഞ്ഞാലും, പക്ഷേ ഇൻസുലിൻ റിക്വയർമെന്റ് ഇസ് ഗോയിങ് ടു ബി പ്രിറ്റി ഹൈ. ദെൻ ബ്ലഡ് ഷുഗർ കൺട്രോളിന് അവർക്ക് കൂടുതലായിട്ട് ഇൻസുലിൻ വേണ്ടി വരും. ആൻഡ് exocrine pancreatic insufficiency common ആണ്, just like fibrocalculus pancreatic diabeticus. You will have to replace them with enzymes for അങ്ങനത്തെയൊക്കെ വേണ്ടി വരും. And another interesting one is കേരളയിൽ ഏറ്റവും കൂടുതൽ ഡിസ്ക്രൈബ് ചെയ്ത ഒരു ഡയബറ്റീസ് ആണ് FCPD എന്ന് പറയുന്നത്, ഫൈബ്രോകാൽക്കുലസ് പാങ്ക്രിയാറ്റിക് ഡയബറ്റീസ്. അതായത് നമ്മൾ എക്സ്റേ നോക്കി കഴിഞ്ഞാൽ പാങ്ക്രിയാസിൽ മുഴുവൻ കാൽസിഫിക്കേഷൻ ആയിരിക്കും. എൻ്റെ എക്സ്റേ ഒരു പെക്യുലർ എക്സ്റേ ആണ്. അപ്പോൾ പേഷ്യൻറ്റ് ഷുഡ് ബി ഫ്രം ട്രോപ്പിക്കൽ കൺട്രി. ആ സ്റ്റേറ്റ് ഇസ് എ ട്രോപ്പിക്കൽ സ്റ്റേറ്റ്. Diabetes should be present and evidence of chronic pancreatitis must be present. So there should be a pancreatic calculi. അപ്പോൾ നല്ല വെള്ള നിറത്തിൽ നമ്മൾ എക്സ്റേ ഇറക്റ്റ് അബ്ഡോമിൻ എടുത്തു കഴിഞ്ഞാൽ വെള്ള നിറത്തിൽ കാൽക്കുലേസ് ഇങ്ങനെ കാണാൻ പറ്റും, മാല പോലെ അബ്ഡോമിനൽ എക്സ്റേയിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ക്ലിനിക്കലി എങ്ങനെയൊക്കെ തിരിച്ചറിയാന്നുള്ളതാണ്. റിക്കറന്റ് അബ്ഡോമിനൽ പെയിൻ പാങ്ക്രിയാറ്റൈറ്റിസിന്റെ ഇതുണ്ടാവാം, ചെറുപ്പക്കാരിലാണ് ഇത് കണ്ടുവരിക. സ്റ്റേറ്റോറിയ ഉണ്ടാവാം, ഫാറ്റി സ്റ്റൂൾസ് ഉണ്ടാവാം. അങ്ങനെ അബ്നോർമൽ പാങ്ക്രിയാറ്റിക് ഫംഗ്ഷൻ ടെസ്റ്റ് ലൈക്ക് ഫീക്കൽ ഇലാസ്റ്റേസ് ആണ് നമ്മൾ ടെസ്റ്റ് ചെയ്യുക. ഫാക്ടറി ഇലാസ്റ്റേസ് ഒക്കെ വളരെ കുറയും, പാങ്ക്രിയാറ്റിക് എൻസൈമിന്റെ ലെവൽ വളരെ കുറവായിരിക്കും. ഇതെപ്പോഴും യങ് ഡയബറ്റീസിന്റെ ഒരു DD ആണ്. യങ്ങർ ആയിട്ടുള്ള ഒരു ഇൻഡിവിജ്വൽ വരാണ്, ആൾക്ക് എപ്പോഴൊക്കെ ഇടയ്ക്കിടയ്ക്ക് അബ്ഡോമിനൽ പെയിൻ ഉണ്ട്, ആൾക്ക് സ്റ്റൂൾസ് പാസ് ചെയ്യുന്നുണ്ട്, ഭയങ്കര മാൽനറിഷ്ഡ് ആണ് ആള്. നമുക്ക് മനസ്സിലാവുന്നില്ല ടൈപ്പ് 2 ഡയബറ്റീസ് ആണോ ടൈപ്പ് 1 ഡയബറ്റീസ് ആണോ. OHS കൊടുക്കുമ്പോൾ ഒട്ടും കൺട്രോൾ അല്ല, ഷുഗർ 6 ആണ്. FCPD ഡയബറ്റീസ് ഇസ് വെരി ഡിഫിക്കൽട്ട് കൺട്രോൾ ഈവൻ വിത്ത് ഇൻസുലിൻ. അത് നമ്മൾ ഒന്ന് ഇൻസുലിൻ കൂട്ടുമ്പോഴത്തേക്കും ദ പേഷ്യന്റ് വിൽ ഗോ ഫോർ ഹൈപ്പോഗ്ലൈസീമിയ. നേരെ മറിച്ച് അല്ലെങ്കിൽ മുഴുവൻ സമയം ഹൈപ്പർഗ്ലൈസീമിയ ആയിരിക്കും. സോ ബേസൽ ബോളസ് തെറാപ്പി തന്നെ വേണ്ടി വരും എന്ന് പറഞ്ഞാൽ 4 തവണ ഇൻസുലിൻ കൊടുക്കുന്ന തെറാപ്പി വേണ്ടി വരും. പിന്നെ ലാസ്റ്റ് KPD, കീറ്റോസിസ് പ്രോൺ ഡയബറ്റീസ് എന്ന് പറയുന്ന ഇതാണ്. ഇത് ടൈപ്പ് 2 ഡയബറ്റീസിന്റെ ഒരു വേരിയന്റ് ആണ്, ബട്ട് ഇറ്റ് ഇസ് പ്രോൺ ഫോർ ഡെവലപ്മെന്റ് ഓഫ് കീറ്റോസിസ്. ഫ്ലാറ്റ് ബുഷ് ഡയബറ്റീസ് എന്നൊക്കെ അറിയപ്പെടുന്നത് അമേരിക്കയിലെ ഒരു സ്ഥലമാണ് ഫ്ലാറ്റ് ബുഷ്. So it's a heterogeneous group in which diabetes ketoacidosis develops without typical phenotype of type 1 diabetes. അപ്പം ഒബീസായ ഇൻഡിവിജ്വലിന് ടൈപ്പ് 1 ഡയബറ്റീസ് പോലെ ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്നുണ്ട് എങ്കിൽ അത് കീറ്റോസിസ് പ്രോൺ ഡയബറ്റിക് ആണ് എന്ന് പറഞ്ഞാൽ ഓൾഡർ ആണ്, ഒരു 40 വയസ്സുണ്ട്, ആൾക്ക് ഇടയ്ക്കിടയ്ക്ക് കീറ്റോസിസ് പ്രോൺ ഡയബറ്റീസ് കീറ്റോസിസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. അങ്ങനെ പലപ്പോഴും ഇതിപ്പം ഈവൻ നമ്മുടെ അവിടെ തന്നെ ഞാൻ കാണാറുണ്ട് ഡയബറ്റീസ് കീറ്റോസിഡോസിസ് എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് 2 ഡയബറ്റിക് പേഷ്യൻസിനെ അങ്ങനെ ഡയഗ്നോസ് ചെയ്തിട്ട് ICUലൊക്കെ കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ഈ കാര്യം കൃത്യമായിട്ട് മനസ്സിലായിക്കോളൂ. ടൈപ്പ് 2 വളരെ വളരെ പ്രയാസമാണ് ഡയബറ്റിക് കീറ്റോസിഡോസിസ് ഡെവലപ്പ് ചെയ്യാനായിട്ട്. കീറ്റോസിഡോസിസ് ഡെവലപ്പ് ചെയ്യാം, അവർക്ക് ലാക്റ്റിക് അസിഡോസിസ് ഡെവലപ്പ് ചെയ്യാം. ഇപ്പൊ എന്തെങ്കിലും ഷോക്കിലൊക്കെ പോയി കഴിഞ്ഞാൽ ലാക്റ്റിക് അസിഡോസിസ് ഡെവലപ്പ് ചെയ്യാം. അപ്പൊ നമുക്ക് എപ്പോഴും ഒരു ടെൻഡൻസി ഉണ്ട് ICUയിൽ കയറുന്ന പേഷ്യന്റ് മുഴുവൻ DK എന്ന് പറയുന്നത് മെജോറിറ്റി 99% ഓഫ് ദ കേസസ് ടൈപ്പ് 1 ഡയബറ്റീസിലാണ് ഡെവലപ്പ് ചെയ്യുക. വളരെ കുറഞ്ഞ കേസുകളിൽ മാത്രമേ ടൈപ്പ് 2, അത് വളരെ റെയർ ആണത്. അപ്പോൾ വളരെ ഒരു കോമൺ ഡയഗ്നോസ് പോലെ നമ്മളത് കാണരുത്. ഇപ്പം കാഷ്വാലിറ്റിയിലോ ICUലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ DK ഡെവലപ്പ് ചെയ്തിട്ട് ടൈപ്പ് 2 ഡയബറ്റീസ് DK ഡെവലപ്പ് ചെയ്യണമെങ്കിൽ അല്ലെങ്കിൽ കീറ്റോസിസ് വരണമെങ്കിൽ അബ്സല്യൂട്ട്ലി ഇൻസുലിൻ ഡെഫിഷ്യന്റ് ആയിരിക്കണം. ടൈപ്പ് 2 ഡയബറ്റീസിന്റെ വളരെ പ്രൊലോങ്ഡ് ആയിട്ടുള്ള സ്റ്റേജുകളിൽ, വളരെ ലേറ്റർ സ്റ്റേജുകളിൽ പലപ്പോഴും ആബ്സല്യൂട്ട്ലി റിലേറ്റീവ് ഇൻസുലിൻ ഡെഫിഷ്യൻസി വരാം എന്നുള്ളത് ഒഴിച്ചു കഴിഞ്ഞാൽ ഏർലിയർ സ്റ്റേജസിൽ ഒരിക്കലും ഇൻസുലിൻ ഡെഫിഷ്യൻസി വരില്ല. അപ്പൊ അവർ മരുന്ന് കുടിച്ചിട്ടില്ല, അവർക്ക് ഹൈപ്പർഗ്ലൈസീമിയ HHS ഒക്കെ ഉണ്ടാവാം. ഹൈപ്പർഗ്ലൈസീമിയ കൊണ്ട് ഉണ്ടാവുന്ന ഹൈപ്പർഗ്ലൈസീമിക് കോമ
ഓസ്മോട്ടിക് കോമ അങ്ങനത്തെയൊക്കെ ഉണ്ടാവാം. പക്ഷേ DK ഉണ്ടാവാനുള്ള സാധ്യത തീരെ കുറവാണ്. അപ്പൊ അങ്ങനെ ഒരു ഡയഗ്നോസിസ് ഭയങ്കര ബ്ലാങ്കറ്റ് പോലെ കൊടുക്കരുത്. So this is actually, you can actually take a photo of this. So younger phenotype ആണ്, യങ് അറൗണ്ട് ഒബീസ് ഫിനോടൈപ്പ് ആണ്. DK ഒരിക്കലും ഉണ്ടാവില്ല, ആബ്സെന്റ് ആണ്. ടൈപ്പ് 2 ഡയബറ്റീസിൽ വളരെ റെയർ ആയിട്ട് ഉണ്ടാവുള്ളൂ, കോമൺ ഡയഗ്നോസ് അല്ല. ആന്റിബോഡീസ് ഒക്കെ ആബ്സെന്റ് ആണ്, പ്രോബ്ലി ഇറ്റ് ഇസ് ടൈപ്പ് 2 ഡയബറ്റീസ്. ആൻഡ് KPD you can have obese patients with history of ketosis, antibody negative. So such patients are KPD patients, ketosis prone diabetes patients. പിന്നെ നോൺ ഒബീസ് പേഷ്യൻസ് ആണ്, അവർക്ക് ഡയബറ്റിക് കീറ്റോസിഡോസിസ് വരാം, ഇൻസുലിൻ ആവശ്യമാണ്, ആന്റിഗൈഡ് ആന്റിബോഡി ഒക്കെ പോസിറ്റീവ് ആണ് എന്നുണ്ടെങ്കിൽ. ആന്റിഗൈഡ് ആന്റിബോഡി ഒക്കെ 80% ആളുകളിലെ പോസിറ്റീവ് ഉള്ളൂ, കുറെ ആളുകൾ ഇല്ലാത്തവരുണ്ട്. അപ്പൊ നിങ്ങൾ അതിന് മാത്രം നിങ്ങൾക്ക് ക്ലിനിക്കൽ ഡയഗ്നോസ് വേണം, അല്ലെങ്കിൽ എന്താവും, നമ്മൾ ആന്റിബോഡി ഇട്ട് അത് ഇല്ലാത്ത 20% പെട്ട് കഴിഞ്ഞാൽ നമ്മൾ അതല്ല എന്ന് പറയാൻ പൂർണ്ണമായിട്ട് സാധിക്കില്ല, ടൈപ്പ് 1 അല്ല എന്ന് പറയാൻ സാധിക്കില്ല. അപ്പൊ ലാഡയും ടൈപ്പ് 1 ഒക്കെ ഒരേ സാധനമാണ്, ഒരേ സ്പെക്ട്രാണ്. ലാഡ എന്ന് പറയുന്നത് ടൈപ്പ് 1ന്റെ ചേട്ടറാണ് എന്ന് പറഞ്ഞാൽ ഒരു 30 വയസ്സിന് ശേഷം ടൈപ്പ് 1 ഒക്കെ വന്നു കഴിഞ്ഞാൽ ലാഡ എന്നുള്ള ട്രീറ്റ്മെന്റ് സെയിം ആണ്. നമ്മൾ ഇൻസുലിൻ തന്നെയാണ് കൊടുക്കുന്നത്, ഇനീഷ്യൽ സ്റ്റേജ് തന്നെ ഇൻസുലിൻ തന്നെയാണ് കൊടുക്കുന്നത്. പിന്നെ മോഡി യങ്ങർ ഇൻഡിവിജ്വൽ ആയിരിക്കും, അവർ നോൺ ഒബീസ് ആയിരിക്കും, 3 ജനറേഷൻ ഫാമിലി ഹിസ്റ്ററി ഉണ്ടാവും. ഡിസ്ഗ്ലൈസീമ ഒരുപാട് ഉണ്ടാവില്ല, വളരെ അൺകൺട്രോൾഡ് ആയിരിക്കില്ല, അവർക്ക് DKയും ആന്റിബോഡിയും നെഗറ്റീവ് ആയിരിക്കും. അങ്ങനെയാണ് നമ്മൾ മോഡി എന്നുള്ള കാറ്റഗറിയിലാണ് പെടുത്തുക. അപ്പൊ ഇതല്ലാത്തുള്ള സെക്കൻഡറി ഡയബറ്റീസുകളുണ്ട്. ഇപ്പം പലപ്പോഴും അക്രോമെഗാലി അല്ലെങ്കിൽ ഗ്ലൂക്കോണോമ, ഇതൊക്കെ ഭയങ്കര ഡയബറ്റീസ് ആയിട്ട് പ്രസന്റ് ചെയ്യും. അപ്പം നമ്മൾ അതിന്റെ മറ്റ് സയൻസും കൂടി, അല്ലെങ്കിൽ സിസ്റ്റിക് ഫൈബ്രോസ് ഒക്കെ ഡയബറ്റീസ് ആയിട്ട് പാൻക്രിയാറ്റിക് ഡാമേജ് വന്നിട്ട് പ്രസന്റ് ചെയ്യാം. അപ്പം ആ ഡിസീസുമായിട്ട് ബന്ധപ്പെട്ട മറ്റ് സിംറ്റംസ്, അക്രോമൈലിയാണ് ആക്രൽ എൻലാർജ്മെന്റ് ഉണ്ടാവാം, എക്സസൈസ് സ്വെറ്റിംഗ് ഉണ്ടാവാം, അതുപോലെ ബൾബസ് നോസ് ആയിരിക്കും. അങ്ങനെ കണ്ടു കഴിഞ്ഞാൽ അങ്ങനത്തെ കാര്യങ്ങളും കൂടി എപ്പോഴും ഒരു ഡയബറ്റിക് കേസ് വരുമ്പോൾ വിലയിരുത്തണം. അപ്പോൾ ബേസിക്കലി ഡയബറ്റീസിന്റെ ഹിസ്റ്ററി എടുക്കുമ്പോൾ അതിന്റെ ഓൺസെറ്റ് സമയത്ത് ആളുടെ ഏജ്, എത്ര കാലമായിട്ട് ഡയബറ്റിക് ആണ്, അവർക്ക് ഓൺസെറ്റിന്റെ സമയത്ത് എന്തൊക്കെ സംഭവിച്ചു, ഇനീഷ്യൽ സിംറ്റംസ് ഇതൊക്കെയാണ് ഞാൻ ചോദിക്കാറ്. ഇനീഷ്യൽ സിംറ്റംസ് എന്തൊക്കെയാണ്, ഓസ്മോട്ടിക് സിംറ്റംസ് ഉണ്ടായിട്ടുണ്ടോ, വെയിറ്റ് ലോസ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ എത്രത്തോളം വെയിറ്റ് പോയിട്ടുണ്ട്, അത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഐഡിയ കിട്ടും. ഇനീഷ്യലി ഒബീസ് ആയിട്ടുള്ള ഇൻഡിവിജ്വൽ ആണ്. ആൻഡ് ഇഫ് ലേഡി ഈസ് കമ്മിങ് വിത്ത് സിവിയർ ഒബീസിറ്റി, ഹിസ്റ്ററി ഓഫ് PCOD, fatty liver, severe fatty liver, and that's going to be type 2 only, type 2 diabetes only. And if you are examining the patient, you may find out this thing, acanthosis nigricans, which is nothing but the discoloration in the neck, blackish discoloration in the neck, and in other flexurals like നമ്മളെ കക്ഷത്തിലും സ്ത്രീകളിലാണ് ബ്രസ്റ്റിന്റെ അടിയിലൊക്കെ ആയിട്ട് കറുത്ത കളർ കാണാം. ഇങ്ങനെയൊക്കെയാണെങ്കിൽ പ്രോബ്ലി ദാറ്റ്സ് ഗോയിങ് ടു ബി ടൈപ്പ് 2 ഡയബറ്റീസ്. പിന്നെ ടൈപ്പ് 1 ആണെങ്കിൽ ഹിസ്റ്ററി ഓഫ് ഡയബറ്റീസ് അറ്റ് ദ യങ്ങർ ഏജ്, and patient was on insulin for the past 15 years, and patient had history of DK. Whenever patient tries to stop insulin, patient had developed history of recurrent diabetic ketoacidosis, and that's going to be this thing only. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസിൽ എപ്പോഴും ടൈപ്പ് 1 ഡയബറ്റീസ് ഡെവലപ്പ് ചെയ്യുമ്പോൾ തന്നെ പേഷ്യന്റ് അത് കണ്ടുപിടിക്കുന്ന സമയത്ത് തന്നെ കോംപ്ലിക്കേഷൻസ് ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇപ്പോൾ ഡയബറ്റിക് റെറ്റിനോപ്പതിയോ മൊത്തത്തിൽ പതിയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. കോംപ്ലിക്കേഷൻസിനെ കുറിച്ച് നമ്മൾ വേറൊരു സെഷനിലാണ് ഇൻക്ലൂഡ് ചെയ്യുക, എന്തൊക്കെ കോംപ്ലിക്കേഷൻ സ്ക്രീനിങ് അറ്റ് ദ ടൈം ഓഫ് ഡയഗ്നോസ് എന്തൊക്കെ സ്ക്രീൻ ചെയ്യണം എന്നുള്ളത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള പേഷ്യൻസ് വരുമ്പോൾ നമ്മൾ ചെയ്യേണ്ട ടെസ്റ്റുകൾ തന്നെയാണ് ഞാൻ ചെയ്യാറ്. FBS PPBS ചെയ്യാറുണ്ട്. പിന്നെ പേഷ്യന്റ് FBS PPBS നമുക്ക് കിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്, നമ്മൾ HbA1c ചെയ്യും. അപ്പൊ അത് വെച്ചിട്ട് ഡയബറ്റിക് ആണെന്ന് കണ്ടുപിടിക്കാറുണ്ട്. RBS പലരും ടേൺ ആവാറുണ്ട്. പിന്നെ ഞാൻ 2 തവണ ചെയ്യാറുണ്ട്, ഒരു 2 വീക്സിനുള്ളിൽ 2 തവണ റിപ്പീറ്റ് ചെയ്തിട്ട് അത് കൺകോർഡന്റ് ആണെന്ന് ഉറപ്പ് വരുത്താറുണ്ട് ട്രീറ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ. പിന്നെ 75 gram OGTTയും ചെയ്യാറുണ്ട്. ദാറ്റ് ഇസ് ആക്ച്വലി മച്ച് മോർ എഫിഷ്യന്റ് ദാൻ എ മെയർ PPBS. PPBS ചെയ്യുന്നതിനേക്കാൾ നല്ലതാണ് 2 hour OGTT ചെയ്തിട്ട് ഒരു ഫിക്സഡ് ഗ്ലൂക്കോസ് ലോഡ്, അതായത് 75 gram ഗ്ലൂക്കോസ് കൊടുത്തിട്ട് ഷുഗർ 200 മുകളിലാണ് എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യുന്നത്. അപ്പൊ ടൈപ്പ് 1 ആണെങ്കിൽ നേരെ ബേസിൽ ബോളസ് ഇൻസുലിൻ തെറാപ്പിയിലേക്കാണ് നമ്മൾ പോവുക. ടൈപ്പ് 2 ആണെങ്കിൽ അത് if the initial HbA1c is not more than 10, probably OHAs can help. ഇൻസുലിൻ എപ്പോഴാണ് തുടങ്ങുക എന്നുള്ളതിനെ കുറിച്ചൊക്കെ നമ്മൾ ഇനി അടുത്ത ട്രീറ്റ്മെന്റ് സെഷനിൽ പറയും. ഇപ്പോൾ ഇനീഷ്യൽ HbA1c 10 മുകളിലാണെങ്കിൽ നമുക്ക് ഇൻസുലിൻ തുടങ്ങാമെന്നാണ്. HbA1c പെട്ടെന്ന് കുറച്ച് കൊണ്ടുവരാം, കാരണം ഗ്ലൂക്കോടോക്സിറ്റി നേരത്തെ പറഞ്ഞല്ലോ ആ ഒരു സ്റ്റേജ് ഉണ്ടാവാറുണ്ട്. അപ്പം ഡയബറ്റീസ് ട്രീറ്റ്മെന്റിന്റെ ആദ്യ പടി എന്ന് പറയുന്നത് നിങ്ങളുടെ അടുത്തേക്ക് വരുന്ന ഡയബറ്റീസ് ഏതാണ് അത് എടുത്തിട്ട്. ഇപ്പൊ പലപ്പോഴും ഇപ്പൊ ഗവൺമെന്റ് സെറ്റപ്പിൽ നിന്ന് വരുന്ന പേപ്പേഴ്സിൽ വരെ നമ്മൾ ടൈപ്പ് 1, അത് ഓർത്തോലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാരും ഒക്കെ ടൈപ്പ് 1 ഡയബറ്റീസ് എന്നൊക്കെ പറഞ്ഞ് ഒരു 20-26 വയസ്സുകാരനെ ഡെവലപ്പ് ചെയ്തുകൊണ്ട്. അപ്പൊ അങ്ങനെ ഒരു സാധനം ഇല്ല. യു ഷുഡ് അണ്ടർസ്റ്റാൻഡ് ഇൻ മെഡിസിൻ നോട്ട് എവറിഥിങ് ഇസ് ബ്ലാക്ക് ഓർ വൈറ്റ്. ദർ ഈസ് കുറെ ഗ്രേ ആയിട്ടുള്ള സാധനങ്ങളും ഉണ്ട്. അപ്പം നമുക്ക് ഈ പറയുന്ന ഏജ് കട്ട് ഓഫ് എല്ലാം ആർബിട്രറി ആണ്.
പിന്നെ അതിന് ശേഷം അങ്ങനെ ഇല്ല. യങ്ങർ ഏജ് ഗ്രൂപ്പിൽ റിലേറ്റീവ്ലി കാണുന്ന ടൈപ്പ് 1 ഡയബറ്റീസ് ആണ് എന്നേ ഉള്ളൂ. എന്നാൽ എല്ലാ യങ്ങറും ടൈപ്പ് 2 അല്ല. ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമുള്ള ഡയബറ്റീസ് അല്ലെ ടൈപ്പ് 2 ഡയബറ്റീസ് എനിക്ക് വളരെ ചെറിയ കുട്ടികളുണ്ട്. 9 വയസ്സുള്ള ടൈപ്പ് 2 ഡയബറ്റിക് കുട്ടിയൊക്കെ ഉണ്ട് എനിക്ക്. ടൈപ്പ് 2 ഇത്ര ഒബീസ് ആണ് കുട്ടികൾ. ഇൻസുലിൻ റെസിസ്റ്റ് പ്രൊപ്പറാദൽ വില്ലി സിൻഡ്രം ഒക്കെ കിട്ടില്ല, അങ്ങനത്തെ കുട്ടികളൊക്കെ ഉണ്ട്. അവർക്ക് ചെറിയ പ്രായത്തിലെ ഡിസ്ക്ലൈസീമിയ വരും എന്ന് പറഞ്ഞാൽ അവർക്ക് നല്ല ഒബീസ് ആയിരിക്കും. അപ്പോൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്തവർക്ക് ടൈപ്പ് 2 ഡയബറ്റീസ് ചെറിയ പ്രായത്തിലേ വരും, വിച്ച് സെക്കൻഡറി ടു പ്രാദൽ വില്ലി സിൻഡ്രം. പക്ഷേ ഇൻസുലിൻ റെസിസ്റ്റൻസ് തന്നെയാണ് അതിന്റെ കാരണം. അപ്പൊ നമ്മളൊന്ന് ഒരു 9-10 വയസ്സുള്ള കുട്ടിക്ക് ഡയബറ്റീസ് വന്നു എഴുതിയിട്ട് അവർക്ക് പിടിച്ചിട്ട് ടൈപ്പ് 1 എഴുതിയിട്ട് ബേസൽ ബോളസ് ഇൻസുലിൻ തുടങ്ങരുത്. അപ്പൊ പിന്നെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്, മിക്സ്ഡ് ഇൻസുലിൻ ഒരിക്കലും, അതും ഞാനിപ്പോ പറയാണ്, ഒരിക്കലും നമ്മൾ ടൈപ്പ് 1 സ്റ്റാർട്ട് ചെയ്യരുത്. ടൈപ്പ് 1 പമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ഫിസിയോളജിക്കൽ ആയിട്ടുള്ള ബേസൽ ബോളസ് ആണ്. അതായത് രാത്രിയിൽ ഏതെങ്കിലും ഒരു ബേസൽ ഇൻസുലിൻ, ഗ്ലാർജിനാവട്ടെ അല്ലെങ്കിൽ ഡെറ്റീം റോഡഗ്ലൂഡൊക്കെ കൊടുക്കുക. 3 തവണ ബോളസ് ഇൻസുലിൻ, ഫാസ്റ്റ് ആക്ടിങ് അൾട്രാ ഫാസ്റ്റ് ആക്ടിങ് ഒക്കെ ആയിട്ട് കൊടുക്കുക. അതാണ് ടൈപ്പ് 1 ട്രീറ്റ്മെന്റ് ആയിട്ട് നിങ്ങൾ ഇനീഷ്യലി തുടങ്ങേണ്ടത്. അപ്പോൾ അത് വെച്ചിട്ട് ഇപ്പം നിയോനേറ്റൽ ഡയബറ്റീസ് ഉണ്ട്. പ്രോബ്ലി ദാറ്റ് ഇസ് ബിയോണ്ട് ദ സ്കോപ്പ്. പ്രോബ്ലി നിയോനേറ്റോളജി വാർഡിലൊക്കെയാണ് ഇങ്ങനത്തെ ഡയബറ്റീസ് കിട്ടുക. കുട്ടികൾക്ക് 6 മാസത്തിനുള്ളിലായിട്ട് ഡയഗ്നോസ് ചെയ്യുന്ന ഡയബറ്റീസ് ആണ്. അത് ചില മ്യൂട്ടേഷൻസ് മൂലം അവർക്ക് സർട്ടൻ ചാനൽസ് KCNG11 ആൻഡ് ABCC8, these are potassium ATPase channels. മ്യൂട്ടേഷൻസ് ഇതിൽ വരുന്ന സമയത്താണ് നിയോനേറ്റൽ ഡയബറ്റീസ് ഉണ്ടാവുന്നത്. അപ്പൊ അത് നമുക്ക് ട്രീറ്റ് ചെയ്യാൻ കഴിയും. പലരും സൾഫോൺയൂറിയനോട് റെസ്പോണ്ട് ചെയ്യും പല ചാനൽ ഡിഫക്ട്സും. അപ്പൊ കുട്ടികളിൽ, വളരെ ചെറിയ കുട്ടികളിൽ കാണുന്ന ഒരു ഡയബറ്റീസ് ആണ്. അപ്പൊ അതും കൃത്യമായിട്ട് മനസ്സിലാക്കണം. നമ്മൾ 5 വയസ്സിന് ശേഷമൊക്കെയാണ് ടൈപ്പ് 1 ഡയബറ്റീസ് ഡയഗ്നോസ് ചെയ്യുക. അപ്പൊ കുട്ടിക്ക് 6 മാസത്തിനുള്ള ഡയബറ്റീസ് വന്നു, കുട്ടി ജനിച്ച ഉടനെ തന്നെ 6 മാസത്തിനുള്ള ഡയബറ്റീസ്, ദാറ്റ്സ് നോട്ട് ടൈപ്പ് 1 ഡയബറ്റീസ്. ഓട്ടോ ഇമ്മ്യൂണിറ്റി മൗണ്ട് ചെയ്യാൻ നമ്മുടെ ശരീരത്തിന് കുറച്ച് ആന്റിജനിക് എക്സ്പോഷർ കിട്ടണം. അതിന് കുറച്ച് സമയം വേണം. അതായത് ഒരിക്കലും 6 മാസമുള്ള കുട്ടിക്ക് നമ്മൾ ഹാഷിമോട്ടോ തൈറോയിഡൈറ്റിസ് ഡയഗ്നോസ് ചെയ്യില്ല. നമ്മൾ എൻവയോൺമെന്റൽ ക്യൂസുമായിട്ട് എന്തെങ്കിലും ഒരു ഇന്ററാക്ഷൻ വന്നാൽ ഓട്ടോ ഇമ്മ്യൂണിറ്റി, എല്ലാ ഓട്ടോ ഇമ്മ്യൂൺ ഡിസീസും അങ്ങനെയാണല്ലോ. സോറിയാസിസ്, ടൈപ്പ് 1 ഡയബറ്റീസ് ഒക്കെ ഡെവലപ്പ് ചെയ്യുന്ന കുറച്ച് സമയം വേണം. ആദ്യത്തെ 6 മാസമായി ഡെവലപ്പ് ചെയ്യില്ല. അതാണ് അതിന്റെ തിയറി. So with that, I think today we can actually wind up the session. So if you have any doubt regarding the diagnosis of diabetes, you can ask, and I'm very happy to have your queries today. Thank you so much. താങ്ക് യു സർ. നമ്മളൊരു സെഷൻ കഴിഞ്ഞിട്ടുണ്ട്. 5 minutes നമ്മൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യും. ആർക്കെങ്കിലും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. എനിക്ക് അറിയില്ല ഇതിൽ അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല. പിന്നെ അല്ലാന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഇട്ടാൽ മതി. ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു 2 minutes we can wait for queries. I think ഇതിങ്ങനെ ഓരോ സെഷൻസ് ആയിട്ട് we can diagnosis, പിന്നെ അതിന്റെ കോംപ്ലിക്കേഷൻസ്, പിന്നെ അങ്ങനെ ഓരോന്നിന്റെയും ബേസിക് മാനേജ്മെന്റ്, that would help a lot. അതാണ് ഞാൻ വിചാരിക്കുന്നത്. ഡെഫിനറ്റ്ലി നമുക്ക് അത് അങ്ങനെ ചെയ്യുന്നതായിരിക്കും. കാരണം ഡയബറ്റീസ് ഒരു ഓക്കെ ക്വസ്റ്റ്യൻ കാണുന്നില്ലേ സാർ? ഒരു Can we check fasting insulin after stopping endogenous insulin? See, endogenous insulin എന്ന് പറയുന്നത് നമ്മളെ പാൻക്രിയാസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഇൻസുലിൻ. We cannot stop that. എക്സോജിനസ് ഇൻസുലിൻ ആണ് ഉദ്ദേശിച്ചതെങ്കിൽ you will have to stop exogenous insulin before doing fasting insulin. Yeah, you will have to do either. അത് ഒരു ട്രിക്കി സിറ്റുവേഷൻ ആണ്. If you are getting a patient with very uncontrolled blood sugar levels, അത് ഒരു ഐഡിയൽ സിറ്റുവേഷൻ അല്ലല്ലോ. നിങ്ങൾ ഷുഗർ ഇൻസുലിൻ നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡ് വേണം ചെയ്യാം. അതിന്റെ ഐഡിയലി പറയുന്നത് എന്താ വെച്ചാൽ നൈറ്റ് ടൈം ഇൻസുലിൻ നിങ്ങൾ നിർത്തി വെച്ചിട്ട് മോർണിംഗ് ഇൻസുലിൻ കൊടുക്കാതെ ഫാസ്റ്റിംഗ് ഇൻസുലിൻ ചെക്ക് ചെയ്യാൻ സാധിക്കും. അങ്ങനെയാണ് പറയുന്നത്. അപ്പോൾ ഗ്ലാർജിനൊക്കെ ആണെങ്കിൽ 24 hours നിർത്തി വെച്ചിട്ട് അതിനുശേഷം നിങ്ങൾക്ക് ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡ് ചെയ്യാൻ പറ്റും. ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡിന്റെ കട്ട് ഓഫ് എന്ന് പറയുന്നത് 0.6 ആണ് സാധാരണ പറയാം. അപ്പോൾ 0.6 താഴെയാണെന്നുണ്ടെങ്കിൽ നമ്മളത് ഇനെഡ്യൂക്കേറ്റ് ആണെന്ന് പറയാം. റെസ്പോൺസ് എന്ന് പറഞ്ഞാൽ ടൈപ്പ് 1 ആവാനുള്ള സാധ്യത ഉണ്ടെന്ന് പറയും. 0.9 ആണ് സ്റ്റിമുലേറ്റഡ് സി പെപ്റ്റൈഡ് എന്ന് പറഞ്ഞാൽ നമ്മൾ എയിംസിലൊക്കെ ചെയ്തിരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ സ്റ്റിമുലേറ്റഡ് സി പെപ്റ്റൈഡ് ഭക്ഷണം കഴിച്ചിട്ട് 1.5 മണിക്കൂർ കഴിഞ്ഞിട്ട്. അപ്പൊ അവിടെ നിന്ന് ഇൻസുലിൻ കൊടുക്കരുത്. അതാണ് അതിന്റെ ഒരു പ്രശ്നം. നമ്മൾ ടൈപ്പ് 1 ഡയബറ്റീസ് ആണെങ്കിൽ ഷുഗർ ഷൂട്ടപ്പ് ചെയ്യും. അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. പിന്നെ ഇൻസുലിൻ ഇൻഫ്യൂഷൻ ആയ കൺട്രോളിൽ പിടിക്കേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾ ഗ്ലൂക്കോൺ കൊടുക്കുക. 1 milligram ഗ്ലൂക്കോൺ ഇഞ്ചക്ഷൻ വെച്ചിട്ട് സ്റ്റിമുലേറ്റഡ് ആഫ്റ്റർ 1.5 hours എന്ന് പറഞ്ഞാൽ 90 മിനിറ്റിന് ശേഷം നിങ്ങൾ സ്റ്റിമുലേറ്റഡ് സി പെപ്റ്റൈഡ് ചെയ്യുക. അങ്ങനെയാണ്. അപ്പോൾ ഫാസ്റ്റിംഗ് സി പെപ്റ്റൈഡ് ചെയ്യുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ഉറപ്പിക്കണം നിങ്ങൾ തലേന്ന് ലോങ് ആക്ടിങ് ഇൻസുലിൻ കൊടുക്കരുത്. എക്സോജിനസ് ആയിട്ടുള്ള ഇൻസുലിൻ നിർത്തിയിട്ട് മാത്രമേ നമുക്ക് അത് ചെയ്യാൻ പറ്റുള്ളൂ. So the second question is the management of hypoglycemia same in both type 1 and 2? Yeah, it is same. So I have actually written a chapter on type 2 diabetes. I can actually share that with the management of hypoglycemia and diabetes. I have written a chapter.
in one of the textbooks. I can actually share that with Hamid and all, which നമുക്ക് ഷെയർ ചെയ്താൽ മതി, അത് നമുക്ക് ഗ്രൂപ്പിൽ okay, ഇടാം. ആ ചാപ്റ്റർ ഗ്രൂപ്പിൽ ഇട്ടോളൂ. നമ്മൾ ഹൈപ്പോഗ്ലൈസീമിയ ഞാൻ രത്ന ചുരുക്കം പറഞ്ഞുതരാം. അപ്പൊ ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത് 70 താഴെ ഷുഗർ ഡ്രോപ്പ് ചെയ്താലാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്ന് പറയുന്നത്. അപ്പോൾ there are 3 stages of hypoglycemia: stage 1, stage 2 and stage 3. സ്റ്റേജ് 1 എന്ന് പറഞ്ഞാൽ 70 താഴെ, സ്റ്റേജ് 2 എന്ന് പറഞ്ഞാൽ 54 താഴെ, അതായത് 2 മില്ലിമോളിന് താഴെ, 3 മില്ലിമോളിന് താഴെ. സ്റ്റേജ് 3 എന്ന് പറയുന്നത് irrespective of the level of glucose, if the patient is needing or requiring a third party assistance, അതായത് ബോധം പോവുക, അങ്ങനെ വേറൊരാളെ ഹെൽപ്പ് വരുന്നതിന് 3rd ഡിഗ്രി എന്നാ പറയാ. അതിൽ ആദ്യത്തെ 2 എണ്ണത്തിലും റൂൾ ഓഫ് 15 ആണ്. യു കെൻ ഗിവ് 15 grams ഓഫ് ഗ്ലൂക്കോസ്. നമ്മൾ ഉദ്ദേശിക്കുന്നത് ഗ്ലൂക്കോസ് തന്നെ പേഷ്യന്റിന് കൊടുക്കണം. അത് ഒരിക്കലും പഞ്ചാരയോ മിഠായി എടുത്ത് കഴിക്കാൻ പേഷ്യന്റിനോട് പറയരുത്, ക്വാണ്ടിഫൈഡ് അല്ലാത്തത് പറയരുത്. എപ്പോഴും 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ, അതായത് 3 ടീസ്പൂൺ അല്ലെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഗ്ലൂക്കോൺ ഡി എന്ന് പറഞ്ഞാൽ 15 ഗ്രാം ഗ്ലൂക്കോസ് കൊടുത്ത് 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം നമ്മൾ ചെക്ക് ചെയ്യുക. അപ്പം 15 അത് കൂടി വരുന്നുണ്ടോ എന്നുള്ളത് നോക്കുക. ഇഫ് ഇറ്റ് ഇസ് ഗോയിങ് ബിയോണ്ട് 70 വി ആർ ഹാപ്പി. ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ യു റിപ്പീറ്റ് ദ സെയിം. പിന്നെ 15 ഗ്രാം കൊടുക്കുക, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അങ്ങനെ സീക്വൻഷ്യലി ചെയ്യണം. അതാണ് അതിന്റെ കാര്യം. നമുക്ക് ബോധം പോയി കഴിഞ്ഞാൽ ഗ്ലൂക്കോണിന്റെ ഇഞ്ചക്ഷനോ അല്ലെങ്കിൽ IV ആയിട്ടുള്ളതോ കൊടുക്കേണ്ടി വരും. ഈ സാധനം ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഉള്ളത് ടൈപ്പ് 1ഉം ടൈപ്പ് 2 ഉള്ളത് നമ്മൾ മാറ്റിയിട്ട് പിടിക്കേണ്ടതുണ്ട് അത്യാവശ്യമായിട്ട്. ടൈപ്പ് 1ഉം ടൈപ്പ് 2ലും ഹൈപ്പോഗ്ലൈസീമിയ സെയിം ആയിട്ട് തന്നെ മാനേജ് ചെയ്യുന്നത്. ദർ ഇസ് നോ ഡിഫറൻസ്. No, it's like type 2 diabetes not possible എന്നല്ല ഞാൻ പറഞ്ഞത്. മെജോറിറ്റി ഓഫ് ദ കേസസ് മിസ്ഡയഗ്നോസ്ഡ് ആണ്. ടൈപ്പ് 2ലും ലേറ്റർ സ്റ്റേജസിൽ ഡികെ പോസിബിൾ തന്നെയാണ്. അപ്പൊ അസിറ്റോൺ പോസിറ്റീവ് ആയിട്ടും വരാം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നോൺ ഡയബറ്റിക് കീറ്റോണീമിയ ആയിരിക്കാം എന്നാണ് ഞാൻ പറഞ്ഞത്. ടൈപ്പ് 2ല് പോസിബിൾ ആണ്, ലേറ്റർ സ്റ്റേജിൽ പോസിബിൾ ആണ്, ബട്ട് ഇറ്റ്സ് നോട്ട് എ കോമൺ ഡയഗ്നോസിസ് ആസ് യു തിങ്ക്. അപ്പൊ എപ്പോഴും നമ്മൾ കാണുന്നതും എല്ലാ കാണുന്ന കേസുകളും നമ്മളത് ഡയബറ്റിക് കീറ്റോസിസ് ആണ്. ടൈപ്പ് 2ല് വളരെ റെയർ ആണ്. അത് നമ്മളെപ്പോഴും ഒരു റെയർ ഡയഗ്നോസിസ് ആർ റെയർലി കറക്റ്റ് എന്ന് പറയില്ലേ. നമ്മൾ റെയർ ആയിട്ടുള്ള ഡയഗ്നോസിസ് നടത്തുമ്പോൾ എപ്പോഴും വി ഷുഡ് ഹാവ് എ ഹൈ ഇൻഡെക്സ് ഓഫ് സസ്പിഷൻ. No, dinner and the time, see, regarding the dinner on the previous day of fasting, 8 hours of fasting ഉണ്ടായാൽ മാത്രം മതി. ഡിന്നറിന്റെ ടൈമിൽ നിന്നൊന്നും വലിയ പ്രസക്തിയില്ല. 8 മണിക്കൂർ ഫാസ്റ്റിംഗിന് ശേഷം പിറ്റേന്ന് വന്ന് കിടക്കുക. സാധാരണ പറയാം മോഡറേറ്റ് ആയിട്ടുള്ള ഡിന്നർ കഴിക്കുക, ഒരുപാട് ഭയങ്കര ഹെവി ആയിട്ടുള്ള കഴിക്കാതിരിക്കുക. ഒരു 150 to 300 grams ഓഫ് കാർബോഹൈഡ്രേറ്റ്, 150 ഗ്രാം കാർബോഹൈഡ്രേറ്റ് മിനിമം കഴിച്ചിട്ടുണ്ടെന്ന് ഉറപ്പ് വരുത്തുക അതിന്റെ 3 ദിവസം മുന്നേ ആയിട്ട്. അത്തരം കാര്യങ്ങൾ മാത്രമേ പറയുന്നുള്ളൂ, അല്ലാതെ വരുന്നില്ല. 8 hours ഫാസ്റ്റിംഗ് മതി. ഡിന്നറിന് പ്രത്യേകിച്ച് ടൈമില്ല, 8 hours കിട്ടിയാൽ മതി ഫാസ്റ്റിംഗ്. സർ, ഇടയിൽ ഒരു ക്വസ്റ്റ്യൻ മിസ് ആയിട്ടുണ്ട് സർ. is necessary to do anti-GAD? No, that's what I'm telling. Don't do that. എന്ന് പറഞ്ഞാൽ എല്ലാത്തിനും നമ്മൾ ആന്റി-GAD ആന്റിബോഡി ചെയ്യരുത്. നമ്മളുടെ ക്ലിനിക്കൽ സ്കിൽസ് ആൻഡ് ക്ലിനിക്കൽ അക്യുപ്മെന്റ് ഷുഡ് ഗൈഡ് യുവർ ക്ലിനിക്കൽ ഡയഗ്നോസിസ്. ആൻഡ് ഇഫ് യു ആർ സ്റ്റിൽ കൺഫ്യൂസ്ഡ്, ഇഫ് യു ഹാവ് എ കൺഫ്യൂഷൻ ബിറ്റ്വീൻ മോഡി ആൻഡ് പ്രോബബ്ലി this one, type 1 diabetes, you can probably go ahead with it. And there are certain institutes who insist on doing these tests. So നമ്മളൊരു റിസോഴ്സ് പോലെ ഇപ്പൊ എയിംസിലാണ് ഞാൻ പഠിച്ചത്. ആ സമയം അവിടെ എന്താ വെച്ചാൽ എല്ലാം ചെയ്യുമായിരുന്നു. നമ്മൾ ആന്റിഗാഡൊക്കെ വിടും, അതിന്റെ റിസർച്ച് പോയിന്റ് ഓഫ് വ്യൂവിലും കൂടി. അല്ലാതെ നമ്മൾ പ്രാക്ടിക്കലി എത്തുമ്പോൾ ഇത് ഭയങ്കര കോസ്റ്റ്ലി ആയ ടെസ്റ്റാണ്. നമ്മൾ ആ പേഷ്യന്റ് ലൈഫ് ലോങ് ഇൻസുലിൻ എടുക്കാണ്ട് ഭയങ്കര അത് ഇങ്ങനത്തെ ടെസ്റ്റുകൾ നമ്മൾ അടിച്ചേൽപ്പിക്കരുത്. അപ്പം ഞാൻ അങ്ങനെ ആന്റിഗാഡും ആന്റി-IA2 നമ്മളെല്ലാ ഹൈപ്പോതൈറോയിഡ്സിനും ആന്റി-TPO ഇടുന്ന പോലെയാണ്. അത് മനസ്സിലായില്ലേ? അത് നിങ്ങൾക്ക് ക്ലിനിക്കലി ഒരു ഹൈപ്പോതൈറോയിഡിസം കിട്ടുകയാണ്, ഗോയിറ്റർ ഇല്ല, പേഷ്യന്റ് അച്ഛനും അമ്മയ്ക്കൊക്കെ തൈറോയിഡിന്റെ ഹൈപ്പോതൈറോയിഡിസിന്റെ ഹിസ്റ്ററി ഉണ്ട്, ദാറ്റ് ഇസ് ഹഷിമോട്ടോ തൈറോയിഡിറ്റിസ്. യു ഡോണ്ട് നീഡ് ടു ഡു ആന്റി-TPO പോസിറ്റീവ്. ഇറ്റ്സ് ഒബ്വിയസ്ലി ആന്റി-TPO പോസിറ്റീവ് ഓൺലി. സോ ആ ഒരു ക്ലിനിക്കൽ സ്കിൽ ഷുഡ് നമ്മൾ എല്ലാത്തിനും അത് വിടുക. മനസ്സിലായില്ലേ? ആന്റി-TPO പറയും. ഇപ്പം അതൊക്കെ മനോജ് ജോൺസന്റെ രീതികളാണ്. അത് നമ്മളെ പ്രാക്ടീസ് കൊണ്ടുവരരുത് ഞാൻ പറഞ്ഞത്. നമ്മൾ ആന്റി-TPO കുറയുന്നുണ്ടോ, ആന്റിബോഡി റിപ്പീറ്റ് ചെയ്യുക, അങ്ങനത്തെ ഒരു കാര്യമില്ല. കാരണം ഒബ്വിയസ്ലി ഹെൽത്ത് കെയർ കോസ്റ്റ് കൂട്ടുന്ന പരിപാടികൾ നമ്മളെ ഭാഗത്തുനിന്ന് ഉണ്ടാവരുത്. Okay, Hamid. If sorry, if patient takes dinner routinely at 8 p.m. when patient checks FBS at 8 a.m., it already crosses 12 hours. For giving a sample for FBS at 8 a.m., the patient have to eat it. No, it is not at least 8 hours of
അറ്റ്ലീസ്റ്റ് 8 hours ഓഫ് ഫാസ്റ്റിംഗ്. ദാറ്റ്സ് വാട്ട് ഫാസ്റ്റിംഗ് ഈസ്. അത് 12 hour ആവാം എന്ന് പറഞ്ഞാൽ 8 മണിക്കൂർ അതിൽ കൂടുതലോ അങ്ങനെയാണ് കേട്ടോ. ഇറ്റ് ഇസ് നോട്ട് 8 മണിക്കൂർ വേണം എന്നുള്ളതല്ല, 2 മണിക്കൂർ അതിൽ കൂടുതലായ ഫാസ്റ്റിംഗ് കേട്ടോ. റിവേഴ്സൽ എന്ന് പറയുന്ന തട്ടിപ്പാണ്. റിവേഴ്സൽ ക്ലിനിക്കുകൾ, ഡയബറ്റിക് റിവേഴ്സൽ ക്ലിനിക്കുകൾ എന്ന് പറഞ്ഞാൽ തട്ടിപ്പാണ്. ആ ഫുള്ളായിട്ട് റിവേഴ്സ് ആവില്ലായിരിക്കും. നിങ്ങൾക്ക് തടി വന്നു കഴിഞ്ഞാൽ വീണ്ടും ഡയബറ്റീസ് ആവില്ലേ. അപ്പം ഞാൻ പറഞ്ഞത് ആ ടെർമിനോളജിയിൽ റിവേഴ്സൽ എന്ന് പറഞ്ഞാൽ ആളുകൾക്ക് ഇഷ്ടമുള്ള ടെർമിനോളജിയാണ്. സോ ഇഫ് യു ആർ ആക്ച്വലി മേക്കിംഗ് മാജിക്കൽ ക്ലെയിംസ്, അങ്ങനെ വരുമ്പോൾ ആളുകൾ പോകുന്നുണ്ട്. മനോജ് ജോൺസൺ ഈസ് ഹാവിംഗ് മച്ച്, നമ്മളെ എൻഡോക്രൈനോളജിസ്റ്റുകളുടെ പ്രാക്ടീസും പേഷ്യൻസും ഉണ്ട് അദ്ദേഹം. അപ്പൊ അദ്ദേഹം എന്തോ പ്രാക്ടീസ് ചെയ്യട്ടെ, അത് റിവേഴ്സ് ചെയ്യുന്ന പറയുമ്പോൾ ആളുകൾ അത് വിശ്വസിക്കുകയാണ്. അത് റിവേഴ്സ്ഡ് ആവുന്നില്ല, റെമിഷനിലേക്ക് കൊണ്ടുവരാനേ നമുക്കറിയുള്ളൂ. എന്ന് പറഞ്ഞാൽ JCM പബ്ലിഷ് ചെയ്യുന്ന ഫേമസ് ആയ ട്രയൽ ഉണ്ട്, ഡയറക്ട് ട്രയൽ, കൗണ്ടർ പോയിന്റ് ട്രയൽ. അപ്പൊ ഈ ഡയറക്ട് ട്രയലിൽ ഒരു 10% വെയിറ്റ് ലോസ് ചെയ്തതിന് ശേഷമാണ് ഇത്രത്തോളം ആളുകൾക്ക് ഷുഗർ, ഒരു പകുതിയോളം ആളുകൾക്ക് ഷുഗർ കുറഞ്ഞ് റെമിഷനിലേക്ക് വന്നത്. പക്ഷേ ഓവർ 5 years അതിൽ പകുതി ആളുകൾക്കും വെയിറ്റ് റീഗെയിൻ ചെയ്ത് വീണ്ടും ഡയബറ്റിക് ആയി മാറി. എന്ന് പറഞ്ഞാൽ പലർക്കും ഇപ്പൊ നിങ്ങൾക്ക് നിങ്ങളുടെ എക്സ്പീരിയൻസ് കുറച്ച് പിടിക്കാൻ പറ്റും, നിങ്ങൾക്ക് ഒബീസ് ആവാതെ നോക്കാനാണെങ്കിൽ. പക്ഷെ ഇവർക്ക് ഒബീസ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പൊ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസിന്റെ കംപ്ലൈൻസ് എപ്പോഴും ലോങ് റണ്ണിൽ കുറവാണ്. അപ്പൊ ആളുകൾ തടി കുറയ്ക്കും, വീണ്ടും തടി കൂടാനുള്ള സാധ്യത ഉണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ നമുക്ക് ബെറ്റർ ടെർമിനോളജി ഈസ് റെമിഷൻ, നോട്ട് റിവേഴ്സൽ. അപ്പൊ നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ സയന്റിഫിക് ആയി പ്രാക്ടീസ് ചെയ്യണം എന്നുള്ളതാണ്. നമ്മൾ പേഷ്യൻസിനോട് മാറി, നിങ്ങളെ ഷുഗർ ഒക്കെ മാറി കുഴപ്പമില്ല എന്ന് പറഞ്ഞു വിട്ടിട്ട് അവർ 2-3 മാസം കഴിയുമ്പോൾ എക്സ്പീരിയൻസ് വീണ്ടും കൂടി വരും അവരെന്തെങ്കിലും കഴിച്ചിട്ട്. അപ്പൊ ആ റിസ്ക് മാറുന്നില്ല, കാരണം ജനറ്റിക് റിസ്ക് കൂടിയാണല്ലോ. അതാണ് ഞാൻ പറഞ്ഞത്. ഇനി പുതിയ എന്തെങ്കിലും ക്വസ്റ്റ്യൻസ് ഉണ്ടോ, അല്ലെങ്കിൽ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം? I think I have a meeting also. ഓക്കെ സാർ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ സാർ. ഭയങ്കര നല്ല സെഷൻ ആയിരുന്നു. നല്ല Thank you. കറക്റ്റ് നമ്മൾ കറക്റ്റ് 1 മണിക്കൂർ തന്നെ സാർ എല്ലാം എല്ലാം കൺക്ലൂഡ് ആക്കി. സോ വെരി താങ്ക്ഫുൾ സാർ. നമുക്ക് ഇത് ഇനിയും കണ്ടിന്യൂ ചെയ്യണം. നമുക്ക് അങ്ങനെ Sure, we should do actually. That's great to interact with you also. 4-5 സെഷനൊക്കെ കിട്ടിയാലാണ് നമുക്കത് കറക്റ്റ് ആയിട്ട് Sure. നമുക്ക് ചെയ്യാം, പ്ലാൻ ചെയ്ത് ചെയ്യാൻ പറ്റും. സോ ഇറ്റ് വാസ് വെരി വണ്ടർഫുൾ സാർ. നമുക്ക് ഇനിയും ഫ്യൂച്ചറിൽ ഇനി എല്ലാ മാസവും ഇങ്ങനെ കൊളാബ് ചെയ്യാൻ പറ്റും. Sure, we can do that. സോ നമ്മളെ സെഷൻ കൺക്ലൂഡ് ചെയ്യാണ്. സോ ദിസ് വാസ് എ വണ്ടർഫുൾ സെഷൻ. താങ്ക് യു ഡോക്ടർ വിഷ്ണു രാധാകൃഷ്ണൻ ഫോർ ദ വണ്ടർഫുൾ സെഷൻ സർ. ആൻഡ് താങ്ക് യു ഓൾ ഡെലിഗേറ്റ്സ് ഫോർ പാർട്ടിസിപ്പേറ്റിംഗ്. ആൻഡ് നമുക്ക് എപ്പോഴും ഒരു 30+ ഇതിൽ നല്ല പാർട്ടിസിപ്പേഷൻ ഉണ്ടായിരുന്നു, നല്ല ക്വസ്റ്റ്യൻ ആൻസർ ഒക്കെ കിട്ടി. സോ ഇറ്റ് വാസ് എ വെരി യൂസ്ഫുൾ സെഷൻ. നമുക്ക് ഡയബറ്റീസ് ടോപ്പിക് ആണ് നമ്മുടെ എല്ലാവരുടെയും ഒരു വെരി ഫേവറേറ്റ് ടോപ്പിക് ആണ്. നമ്മളിപ്പോഴും പലതും കൺഫ്യൂസ്ഡ് ആണ്. നമുക്ക് എത്ര ലേൺ ചെയ്താലും പിന്നെ അതിലേക്ക് പിന്നെ ഡിഗ് ചെയ്യാനുണ്ടാവും. അതെ. ഡയബറ്റീസ് ആക്ച്വലി പെരിഫറൽ ലെവലിൽ നന്നായി ട്രീറ്റഡ് ആവണം, അങ്ങനത്തെ ഒരു സാധനം. അതിന്റെ CAD ഒക്കെ മൂല കാരണം അത് തന്നെയാണല്ലോ. നമുക്ക് പോയി വെൻ ടു റെഫർ എന്നുള്ള നമ്മുടെ ആ ഒരു ഗോൾഡൻ ആ ഒരു പോയിന്റിലേക്ക് നമുക്ക് എത്തണം. അതെ എത്താം നമുക്ക് ഓരോ സെഷൻ ആയിട്ടേ. ശരി. ഓക്കെ, താങ്ക് യു ഓൾ. So Shreyasi, the session is over. So Yes, we sir. can conclude Thank you, sir. Thank you so much, everyone, for giving us the opportunity to host the session. Thank you. So, with all your permission, I'm ending the session over here for today. Thank you. Good night to all of you. Good night. Okay, thank you. Bye.